പൊട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു. ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ. അങ്ങനെ നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇന്നൊരു നോർമൽ എപ്പിസോഡ് അല്ല, നമ്മുടെ ഉർവശി ചേച്ചി സ്പെഷ്യൽ എപ്പിസോഡാണ് സ്റ്റാർ മാജിക് പവർഡ് ബൈ ഉർവശി. ഉർവശി ചേച്ചി, സോ ഫാർ ഇങ്ങനെ പോണു സ്റ്റാർ മാജിക്കിലെ നമ്മുടെ ജേർണി? നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതുവരെ ചിരിച്ചതല്ലാതെ ഇനിയും ഞങ്ങൾക്ക് ചേച്ചിക്ക് ഒരു ട്രിബ്യൂട്ട് തരാനാണ് ഞങ്ങളുടെ മനസ്സിലൊരു കോൺസെപ്റ്റ്. അത് കണ്ടിട്ട് ചേച്ചിക്ക് എന്താവും? ചേച്ചിക്ക് ആ ട്രിബ്യൂട്ട് വേണ്ട തൃപ്തിയാവോ എന്താന്ന് എനിക്കറിയില്ല. എന്തായാലും തൃപ്തിയാവും. ഞാൻ ഈ ഷോയ്ക്ക് വന്നിരിക്കുന്നത് എനിക്ക് 10 വയസ്സായിട്ടായിരിക്കുന്നത്. അപ്പൊ അതിന് 5 വയസ്സാക്കി ഇപ്പൊ കുറച്ച് മാത്രമേ മതി. താങ്കളുടെ കോൺസെപ്റ്റ് എന്താണ്? ശരി, അതായത് ചേച്ചിക്ക് നമ്മുടെ സ്റ്റാർ മാജിക് ടീമിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന ലൈക്ക് ഒരു ട്രിബ്യൂട്ടാണ്. എല്ലാവരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സിഗ്നേച്ചർ നമുക്ക് അപ്പം തന്നെ കസ്തൂരി, എൻ്റെ കസ്തൂരി അത് വരും. വിഷ്ണു ലോകത്തിലെ ആ ഒരു പെർഫോമൻസ് ഇവിടെ സ്റ്റാർ മാജിക്കിന്റെ ഈ ഫ്ലോർ വിഷ്ണു ലോകം ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുമയും അങ്കിതയാണ്. അയ്യോ, ഓടിപ്പോയി കോസ്റ്റ്യൂം മാറിയിട്ട് വന്നേ. അതെന്തിനിപ്പോ അങ്ങനെ കാണിച്ചേ? പ്രിയമുള്ളവരെ, നിങ്ങളിവിടെ കണ്ടത് പ്രശസ്ത തെരുവ് സർക്കസുകാരായ കസ്തൂരിയും അതുപോലെ ശങ്കുളിയും നടത്തിയ പ്രകടനമാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കരളലിയിപ്പിക്കുന്ന രംഗമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കരളലിയിപ്പിക്കുന്ന രംഗമാണ്. ആ സാധനം ഈ ഫ്ലോറിൽ ഓടൂല കേട്ടോ. എന്താണ് കരളലിയിക്കാന്നല്ല പറഞ്ഞേ? അതെ. ഈ പരിപാടി തുടങ്ങണേക്ക് മുമ്പ് കരളൊക്കെ അലിഞ്ഞു പോയ ആർട്ടിസ്റ്റുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ സാധനം ഇവിടെ ഏക്കില്ല. അതല്ല ശങ്കുണ്ണേട്ടൻ പറഞ്ഞത് ആൾക്കാർ ഇത് കണ്ട് കരയുന്ന. അയ്യോ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ തെറ്റില്ല. ഇതാരും കുട്ടികളാരും ഇത് അനുകരിക്കരുത് പ്ലീസ്. ചേട്ടാ, കുട്ടികൾക്ക് അപകടം പറ്റുമെന്ന് പേടിച്ചിട്ടാണോ? അതല്ലെന്ന്. കുട്ടികൾ വരെ ഈ ഐറ്റം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പട്ടിണിയായി പോലെ. ഹലോ എന്താ അവിടെ ഒരു കുശുകുശുപ്പ്? ഇനി അടുത്തൊരു രംഗത്തിൽ കിടക്കാൻ നിങ്ങളെ അതിസാഹസികമായ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗത്തിലേക്ക് കിടക്കാൻ പോകുന്നത് ഒരു കാറ്. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാറ് തലമുടി വെച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന വളരെ മാസ്മികമായ രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് സ്ഥിരം പരിപാടിയാണ്. ഒരു ഫ്ലോറിൽ കയറി വന്നിട്ട് കാറ് മുടി വെച്ച് വലിക്കുമെന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഇത്ര നിന്നുള്ള ഒരു കാറ് മുടി വെച്ച് കെട്ടി വലിക്കാനുള്ള പെങ്കൊച്ചനെ കൂടി ചെയ്യാനുള്ള പരിപാടി. ഇതൊക്കെ എന്റെ മുത്തച്ഛൻ 1974 ചെയ്തിട്ടുണ്ട്. കാട്ടാനടൻ കുരങ്ങിന്റെ അടുത്ത്. നിങ്ങളുടെ മുത്തച്ഛൻ നല്ല കഴിവുള്ളായിരുന്നു. പിന്നല്ലാതെ ശരിക്കും പറയാം, നിങ്ങളുടെ മുത്തച്ഛൻ മതിയായിരുന്നു ഈ ഫ്ലോറിൽ. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. നേരത്തെ സ്റ്റാർ മാജിക് വെച്ചിരുന്നെങ്കിൽ മുത്തച്ഛൻ വന്നേ. ഇപ്പൊ ഞാനേ പറ്റുള്ളൂ. മുത്തച്ഛന്റെ കഴിവാണല്ലോ എനിക്ക് കിട്ടിയാണ്. മുത്തച്ഛന്റെ മോനെ ഒരു കാര്യം പറട്ടെ. മുത്തച്ഛന്റെ മോനെ തന്നെയല്ലേ വിളിച്ചത്? അതാണ് വിളിച്ചത്. അതെ, ഞാൻ പറഞ്ഞാൽ കാണിക്കൂ എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും. കാണിച്ചിരിക്കണം. ഈ മുടി കെട്ടി കാറ് വലിക്കുന്ന രംഗം ഞാൻ കാണിച്ചിരിക്കും. മറ്റേ സാധനമല്ല. സോറി, എന്റെ ഇതാണ്. കാരണം ഈ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഷൈൻ ചെയ്യാൻ വേണ്ടി ഓരോരുത്തന്മാർ കയറി വരുമല്ലോ. അത് തെറ്റിദ്ധരിച്ചു. അങ്ങനെയുള്ള ഒരാളല്ല പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. അദ്ദേഹത്തിന് നല്ലൊരു കൈഡി കൊടുക്കണം. നമ്മളെ പറ്റിക്കാനല്ല. കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും. അതാണ്. കലാകാരന്മാരെ നമ്മൾ അംഗീകരിക്കണം. കാറ് വരുമ്പോൾ മനസ്സിലായോ? മുടി കെട്ടി വലിക്കുന്ന രംഗമാണ് കാണിക്കാന്ന് പറഞ്ഞേ. ആണല്ലോ, മുടി കെട്ടി വലിക്കുന്ന നിങ്ങളെയൊക്കെ ഉണ്ടോ? നിങ്ങളെ പോലുള്ള കലാകാരന്മാരാണ് ഈ നാടിന് ആവശ്യം. ബംഗാളി അത്, അല്ലെങ്കിൽ ഇത്ര ഊരവനുണ്ടാവില്ല. മലയാളിയാണെങ്കിൽ ചതിക്കും, കള്ളപ്പണി എടുക്കും. കണ്ടാ മുടി കെട്ടി വലിക്കണ്ടാ. 1.5 കിലോമീറ്റർ. ഇതിൽ നല്ലത് മറ്റേ മുത്തച്ഛന്റെ കോമഡി ആയിരുന്നു. ടോയ്യാ അതായിരുന്നു നല്ലത്.
ശങ്കുണ്ണേട്ടൻ കാണിക്കാൻ പോകുന്ന മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഐറ്റമാണ്. മണ്ണിന്റെ അടിയിൽ കിടക്കാൻ പോകുന്ന രംഗമാണ് കാണിക്കാൻ പോകുന്നത്. മണ്ണിന്റെ അടിയിൽ ആ സാധനം മറ്റത് പൊളിഞ്ഞു. ഇത് 8 നില പൊളിയും. മണ്ണിനടിയിൽ കിടന്നിട്ട് മുളച്ച് വന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാം കിഴങ്ങന്മാരടാ. അപ്പൊ നിങ്ങളാ? ഞാനല്ലേ ലീഡർ മുതുകിഴങ്ങ്. നിങ്ങളുടെ മനസ്സിനെ കണ്ണുകളെ നനയ്ക്കാൻ പോകുന്ന അതിസാഹസ്യമായ സംഗതി ഞാൻ കാണിക്കാൻ പോകുന്നു. കാരണം നിങ്ങൾ ഇത്ര എന്നെ അവമാനിച്ചു. ഒരു ആന എന്റെ ചങ്കത്ത് ഇവിടെ കയറി പോകുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ആന എലിഫന്റ്. ആരാ എലിപ്പെണ്ണോ? എലിപ്പെണ്ണല്ല, എലിഫന്റ്. ആ എലിഫന്റ് ഞാൻ ഇങ്ങനെ അപകടമാണ് ചേട്ടാ. ഹലോ, അപകടമാണത്. ആനയുടെ കാല് വീണ അറിയാല്ല, അപകടമാണത്. ശങ്കുണ്ണി ഇന്നും തുടങ്ങിയതല്ല. ശങ്കുണ്ണി ഇന്നും തുടങ്ങിയതല്ല. ഇപ്പൊ കറക്റ്റ് എന്റെ കയ്യിൽ നിന്ന് പോയിരുന്നത്. ശങ്കുണ്ണേട്ടാ ചെരുപ്പ് പുതിയതല്ലേ? അല്ലല്ല. കണ്ടില്ലേ നിങ്ങൾ? കൈയടിക്കൂ, കൈയടിക്കൂ. എന്നാണത്? പൂച്ചക്കുഞ്ഞിന് തുമ്പിക്കൈ വെച്ചു പറയാണിത് ആനയെന്ന്. എഴുന്നേറ്റ് പോളാ അവിടെ നിന്നെ ഈ പെങ്കൊച്ച് സുന്ദരിയായ പെങ്കൊച്ച് മാത്രം ഉള്ളതുകൊണ്ട് ഞാനും നോബി ഒന്നും നിന്നെ ചെയ്യുന്നില്ല കേട്ടോ. എന്നാ നിങ്ങൾ ശ്രദ്ധിച്ചോ, കട്ടാവാൻ പോകുന്ന ഒരു ഐറ്റം കാണിച്ചു തരാം. ഒരു ട്രെയിനിന്റെ വട്ടം കിടക്കാൻ പോകുന്നതാണ്. ട്രെയിനിന്റെ വട്ടം? ട്രെയിനിന്റെ വട്ടം ഇത് നേരാണോ? ഞാൻ ചെയ്യണം. ഞാനതേ ഈ പ്രകടനം കണ്ടില്ലേ? സംഭാവന തരൂ. വിളിച്ചു പറയടി. സംഭവം കഴുകിയിട്ടിറങ്ങണ അണ്ടോറിനകത്ത കാശിരിക്കണം, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇത് കാണുന്നതിന് പൈസ ഇങ്ങോട്ട് തരണം. കാണാൻ പോയാണ്. ഒരു ട്രെയിനിന് വട്ടം കിടക്കുന്ന അതിസാഹസികമായ നിങ്ങളുടെ കണ്ണുകൾ നനയ്ക്കുന്ന ഒരു രംഗത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആണല്ലേ? എനിക്കിത് കാണാനുള്ള ശക്തിയില്ല. ഇവന്റെ വയറ്റിൽ കിടക്കുന്ന സാമ്പാറും പൊറോട്ടയും ചീറ്റി തെറിക്കുന്നതാണ്. നീ കമന്ന കിടന്നെങ്കിൽ ഈ ചെവിക്കട കയറി ഈ ചെവിക്കട സാധനം ഇറങ്ങി വന്നേനെ. ഇങ്ങനെ വരൂ. ഇത് ഇവനെയൊക്കെ എന്നാ ചെയ്യണ്ടേ? ഇവിടെ എടുത്തിട്ട് അവനങ്ങ് അടിച്ചാലോ അവനെ. അവിടെ ഇരിക്കണ ഉർവശി ഇത് കണ്ടോണ്ട് തേങ്ങുക. അവിടെ നിന്ന് കരയണത് എന്റെ ചെവിയിൽ നിന്ന് കേൾക്കാം. നമ്മൾ കേൾക്കുന്നുണ്ടോ? അപ്പോ തേനൊലിയാണോ തേങ്ങലാണോ എന്ന് നമുക്ക് ഏറ്റവും ആദ്യം ചോദിച്ചറിയാം. വരൂ പ്ലീസ്. അങ്കിത ആൻഡ് സുമ. ഡാൻസ് ചെയ്ത് നമുക്ക് തുടങ്ങാം, പിന്നെ സ്കിറ്റും. ഡാൻസ് ഉഗ്രനായിരുന്നു രണ്ടുപേരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ എൻ്റെ ആ ഒരു വണ്ണവും ആ ഒരു കറക്റ്റായിട്ട് ലോങ് ഷോട്ടിലൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഒരു ഷേപ്പും ഒക്കെ നല്ലോണം ഫീൽ ചെയ്തു. അന്നത്തെ ലാലേട്ടന്റെ അതേ ഷേപ്പായിരുന്നു എനിക്കും. ഷേപ്പ് അങ്ങനെ അല്ലെങ്കിലും പെർഫോമൻസിൽ സുമേഷ് അത് നല്ല രസമാക്കി. നന്നായിട്ട് ഡാൻസും ചെയ്തു. അത്രയും ഉണ്ടായല്ലോ, അതിൽ കൂടുതൽ വേണമായിരുന്നല്ലോ നമുക്ക് തോന്നി. അത്രേ ഉള്ളോന്നൊരു ഫീലായിരുന്നു. അതേ കൂടുതൽ ഉണ്ടായിരുന്നു ചേച്ചി, ഒരുപാട് ഉണ്ടായിരുന്നു. സഹിക്കാൻ വയ്യാത്തോണ്ട് കട്ട് ചെയ്ത് കളഞ്ഞ. അസൂഷയ്ക്ക് മരുന്നില്ലല്ലോ നമ്മൾ. ചേച്ചി പെട്ടെന്ന് ആ സിനിമയുടെ എന്തെങ്കിലും ഓർമ്മകൾ വരുന്നുണ്ടോ? മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും? അത് മറക്കാൻ, ആ ഷൂട്ടിംഗ് ഒന്നും മറക്കാൻ പറ്റില്ല. കാരണം ഇത് കണ്ടപ്പോഴത്തേക്ക് ചേച്ചി എല്ലാം മറന്നുപോയി. ഓടുന്നു. അത് ആ ഷൂട്ടിങ് പാലക്കാട് മലമ്പുഴ ഡാമിന്റെ താഴെ മണ്ണൊക്കെ ശരിയാക്കിയിട്ടിട്ട് അങ്ങനെയായിരുന്നു ഒരു സൈക്കിൾ യജ്ഞം. പക്ഷേ നട്ടരിയാണിപ്പറ വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറമടകളുടെയൊക്കെ അടുത്താണ്. പാറയിൽ ബൗൺസ് ചെയ്തിട്ട് സൂര്യൻ നേരെ മുഖത്തോട്ടടിക്കുക. ഉച്ചയ്ക്ക് വിതൗട്ട് ബ്രേക്കൊക്കെയാണ് ഷൂട്ട് പോകുന്നത്. ചുറ്റിനും തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ബോർഡർ സൈഡ് ആയതുകൊണ്ട് ഫുൾ ക്രൗഡ്. എല്ലാവരും വെയിലത്ത് വലയുകയാണ്. അപ്പം നമ്മൾ പക്ഷേ നല്ല ടീമുകളായതുകൊണ്ട് അത് ഫീൽ ചെയ്തില്ല. അന്നൊന്നും കുറച്ച് ദിവസങ്ങൾ കൊണ്ടല്ലേ അന്ന് സിനിമ തീർക്കുന്നത്. ഞാനൊക്കെ ഓടി നടന്ന സിനിമ ചെയ്യുന്ന സമയം അത് എല്ലാം മനസ്സിലേക്ക് ഓടി എത്തുകയാണ്. ആദ്യത്തെ ദിവസം ഒരു പലക ഇങ്ങനെ ഇട്ടിട്ട് ഇത്രയും ഹൈറ്റിൽ നിന്ന് താഴോട്ടിറങ്ങി വരണം. ലാലേട്ടൻ വരുന്നതാ സൈക്കിളിൽ. നേരെ വന്നൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നു. സൈക്കിള് നേരെ റിവേഴ്സിലായി നെഞ്ചടിച്ച് വീണു. അവിടെ എല്ലാവരും ഒരു സെക്കൻഡ് ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ ഒന്നും അറിവില്ലാത്ത പോലെ വന്ന്. എന്തായാലും താങ്ക് യു സോ മച്ച്. ആ ഒരു സുവർണ കാലത്തിലോട്ട് കൊണ്ടുപോയതിന് താങ്ക് യു സോ മച്ച്. ചേച്ചി ഇതിന് വേറെ പ്രത്യേകത എന്താ വെച്ചാലോ, ആ പാട്ട് ഈ പടം ഇപ്പോഴും റിപ്പീറ്റ് വന്ന കാണും. ഇപ്പോഴും ഏതൊരു ഗാനമേള ട്രൂപ്പിലും ഒരു പാട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരു മാരേജ് ഫംഗ്ഷൻ പോയപ്പം ഞാൻ കേറി പാടി ഈ പാട്ട്. കസ്തൂരി
താങ്ക് യു. മധുചന്ദ്രലേഖ എന്നുള്ള സിനിമയില്ലേ പെട്ടെന്ന് ആ ഒരു മൂവിയിൽ എന്ന് പറയുമ്പോ എന്താ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യണേ? ഞാൻ പിന്നെ അച്ചുവിന്റെ അമ്മയെ കൂടെ റീ എൻട്രി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ചെന്നൈയിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ ഓഫർ അശ്വതിയാണ് എന്നോട് വിളിച്ച് പറയുന്നത്. പാർവതി ചേച്ചി. അതെ, പൊടി ഉണ്ടായാൽ നന്നായിരിക്കും, പൊടി നന്നായിരിക്കും, കുറെ വർഷത്തിന് ശേഷം ജയറാമും പൊടിയും കൂടെ ഒരുമിച്ചൊരു പടം ചെയ്യണം. അങ്ങനെ പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്ത ഫിലിംസിൽ 100% എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കഥയായിരുന്നു അത്. ആ ട്രീറ്റ്മെന്റ് ഡയറക്ടർ എനിക്ക് എന്നെ ചെറുപ്പം മുതലേ അറിയാവുന്ന ആളാണ്. ഞാൻ അഭിപ്രായത്തോട് പറഞ്ഞു. അവൻ ജയറാമിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ ജയറാം അവരെ എല്ലാവരും ഇരുന്ന് കുറെ കൂടെ അതിനകത്ത് മാറ്റങ്ങളൊക്കെ വരുത്തി. ഞാൻ ജയറാമിൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതും ഒത്തിരി. ഞാൻ ഇടയ്ക്ക് തമിഴ് വർക്ക് ചെയ്തു. പഞ്ചതന്ത്രം എന്നൊരു ഫിലിം വർക്ക് ചെയ്തിരുന്നു. എങ്കിലും നമ്മുടെ മലയാളത്തില് ഒരു കംബാക്കിന് ശേഷം അത് നല്ല രസകരമായ ഒരു സിനിമയാണ്. അതിലും നല്ല പാട്ടുണ്ട്. അതെ അതെ അതെ, ആ കുസുമവദനയൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സോങ് അല്ലേ? അപ്പൊ നമ്മൾ ഇനി പോവാൻ പോണത് മധുചന്ദ്രലേഖയിലെ ഒരു സ്വീറ്റ് പെർഫോമൻസ് ആണ്. അപ്പൊ വന്നോളൂ മിസ്റ്റർ വിധു അടിവാലി ആൻഡ് നമ്മുടെ ഡയാന ആൻഡ് ദേവി നന്ദ. ಕುಸುಮವದನ ಮೋಹ ಸುಂದರ ಮದನ ಲಲಿತ ಗಾನವಲ್ಲವ. ಓ ಕುಸುಮವದನ ಮೋಹ ಸುಂದರ ಮದನ ಲಲಿತ ಗಾನವಲ್ಲವ. സ്വീറ്റി ഫേസ് ഉള്ളൊരു ഹാൻസം കയ്യടാ, സ്വീറ്റി ഫേസ് ഉള്ളൊരു ഹാൻസം കയ്യടാ. ഔ ചപ്പി ചിക്കി നോട്ടി കയ്യടാ. കൊലുസിനൊലൊസ നടനമേ മയിലിനൊത്തൊരഴകിയേ നളനു പ്രണയ ദൂതുപോയ രാജഹംസമേ. ಕುಸುಮವದನ ಮೋಹ ಸುಂದರ ಸುಂದರ ಸುಂದರ. അട്ടണം ഞെട്ടണ പാട്ടുപാടുന്നൂരൻ കുട്ടുമണി കുട്ട. നിന്റെ പെണ്ണായോ കണ്ണായോ എന്നും ഞാനില്ലേ. മൈക്കെടുത്ത മനം പാടുന്ന നേരത്ത് മൈക്കൽ ജാക്സണല്ലേ. നിന്റെ പാട്ടായും കൂട്ടായും കൂടെ ഞാനല്ലേ. എൻ പൈങ്കിളിക്കിതാ ഒരു കുഞ്ഞു സമ്മാനം. പുള്ളിക്കുയിലേ നിന്റെ കുറുമ്പിൽ ഒരു കിങ്ങിണി പൂമുത്തം. കുസുമവദന സ്വീറ്റി ഫേസ് ഉള്ളൊരു കുസുമവദന സ്വീറ്റി ക്യൂട്ടി മോഹ സുന്ദര ചപ്പി ചിക്കി സുന്ദര. മാധവേട്ടാ, വാ മാധവേട്ടാ, നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. അതെ, നമുക്ക് റൂമിൽ ചെന്ന് കട്ടിൽ മൂട്ടേനെ ഈർക്കിലേക്ക് കുത്തിക്കൊല്ലാം. എന്നാലേ നമുക്ക് കോവളത്ത് പോയി മാതാമാരുടെ ഇടയ്ക്കോടെ എന്റെ കൂടെ വരൂ, അവളുടെ കൂടെ പോണ്ട. എനിക്കിപ്പോഴാണ് ബോധം വന്നത്. നിന്റെ കൂടെ ഞാൻ പോരുള്ളൂ. ഇന്ദുലേഖേ, മാധവേട്ടൻ എന്റെ ഭർത്താവാണ്. നീ അതൊരിക്കലും മറക്കരുത്. ഓ മൈ ഗോഡ്, ഇത് നിങ്ങളുടെ ഭർത്താവായിരിക്കും, പക്ഷെ എനിക്കതങ്ങനെയല്ല. ഇതെന്റെ പാർട്ട്ണറാണ്. ലിവിംഗ് ടുഗദർ. ഉമ്മ ഉമ്മ ഉമ്മ. ഡയലോഗ് തീർന്നോ? മാധവേട്ടാ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തൈർ സാദം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഐഷി, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൈര് സാദം. ഒരു കാര്യം ചെയ്യേ, നോക്കി നിൽക്കാതെ കിണ്ണത്തിലേക്ക് തൈര് സാദം ഇട്. ഞാൻ പന്നി കഞ്ഞി കുടിക്കും പോലെ കുടിക്കട്ടെ. മാധവ്, ഞാൻ ഹോട്ടലിൽ ചൂട് പിസ്സ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ മൈ ഫേവറേറ്റ് പിസ്സ 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 പിസ്സ. എടുക്ക്, ഞാൻ കടിച്ചു തിന്നട്ടെ. മാധവേട്ടാ, എന്താണ് ചന്ദ്രമതി, എന്റെ തൈർ സാദം മറന്നോ? ഇത്രയും നാളും ഞാൻ തൈര് സാദമല്ല കഴിച്ചത്. ഇടയ്ക്ക് ഒരു പിസ്സ കഴിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്?
മാധവേട്ട മാധവേട്ടനെ ഞാൻ ഇനി മുതൽ മാത് എന്ന് വിളിച്ചോട്ടെ. എന്നെ നീ മാത്ത് എന്ന് വിളിക്കുമ്പോൾ നാട്ടുകാർ പോത്ത് എന്നാ കേൾക്കുന്നതെങ്കിൽ നാട്ടുകാർ പിന്നെ എന്നെ പോത്ത് എന്നല്ലേ വിളിക്കുള്ളൂ. അതുകൊണ്ട് നിനക്ക് പറ്റുമെങ്കിൽ മാധവ എന്ന് വിളിച്ചാൽ മതി. പറ്റൂടി? പറ്റുമോ? എടി നിന്നോട് ചോദിച്ചാൽ പറ്റുമെന്ന്. മാധവേട്ട, എന്താ ചന്ദ്രമതി? മാധവേട്ടൻ നല്ലൊരു പാട്ടുകാരൻ കൂടി ആയത് കൊണ്ടാണ് എനിക്ക് മാധവിനോട് ഇത്രയും സ്നേഹം. മനസ്സിലായോ? നീയും നന്നായിട്ട് പാട്ട് പാടുന്നത് കൊണ്ടാണ് എനിക്കും നിന്നോട് ഭയങ്കര ഇഷ്ടം. മാധവേട്ട, എനിക്ക് ഇഷ്ടമുള്ള ആ ഡാൻസ് ഇല്ലേ, അതൊന്ന് ചെയ്ത് കാണിക്കാമോ? ചന്തം കാളിന്തി നാദം കോടി സംഗീതം നെഞ്ചം തേനോലും പോലെ രാധാസല്ലാപം നറുവെണ്ണയോടെ പ്രേമതാലം നിലാവിന്റെ ശീതളമായ പൂരം തുളുമ്പി ഞരമ്പിൽ സോമലതിക പിഴിഞ്ഞലകരി ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം നെഞ്ചം തേനോലും പോലെ രാധാസല്ലാപം. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള പാട്ട് കളിച്ചാ മതി. പറയൂ, നിനക്ക് ഇഷ്ടമുള്ള പാട്ട്. പെണ്ണായാൽ കണ്ണിലുണ്ട് താളം, പെണ്ണിന്റെ നടക്ക് താളം, പെൺപൂവിൻ ഇതളിലുണ്ട് താളം, പെൺമോഹം അഴക് തഴുകും താളം, ചിരിപ്പ് താളം, നടപ്പ് താളം, പെൺവഴക്കടിച്ചാലതും താളം, പെൺമോടിയ മനസ്സും മറക്കും താളം, പെണ്ണോടിടയും മുളതപ താളം. മാധവേട്ട, ഇത് മതിയോ? ഇത് മതി. എന്താണ് ചന്ദ്രമതി? മാധവേട്ട, നിങ്ങൾ ഇനി പറയൂ, പഴയതാണോ നല്ലത് അതോ ഈ പുതിയതോ? Tell me, പഴയതാണോ നല്ലത് പുതിയതാണോ നല്ലത്? പഴയതുമല്ല നല്ലത്, പുതിയതുമല്ല നല്ലത്. ഈ സൈസ് ഇടത്തരം സാധനമാണ്. ഇതാകുമ്പോ തലയ്ക്കും വെളിവില്ല, എത്ര വർഷം വേണമെങ്കിലും കൂളായിട്ട് കൂടെ തന്നെ നിൽക്കും. അതുകൊണ്ട് എനിക്കിത് മതി. കുസുമബദന Sweetie face ഉള്ളൊരു കുസുമബദന Sweetie cutie മോഹസുന്ദര ചപ്പി ചിക്കി സുന്ദര. ചേച്ചി ഇരുന്ന് ചിരിച്ചു പറയായിരുന്നു. ഞാൻ ഇടക്കണ്ടിട്ട് നോക്കുമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? പിന്നു ഇങ്ങ് വായോ. കുസുമബദന മോഹസുന്ദര മദന ലളിത ഗാനവല്ലഭ. ഓ കുസുമവദന മോഹസുന്ദര. അയ്യോ, കാരണം ഞാൻ ഈ അടുത്ത സമയത്ത് ഇത്രയും ചിരിച്ചിട്ടില്ല. ചിരിച്ച് രണ്ട് കണ്ണിൽ കൂടെ വെള്ളം വന്നിട്ട് ക്ലോസപ്പിൽ കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ പൊട്ടിക്കരയുവാണെന്ന് കേട്ടോ. ഇത് ഉള്ളതാ കസറി കേട്ടോ. ഇതൊരു അവസരം നോക്കിയിരിക്കുമായിരുന്നു ഇങ്ങനെ പൂന്തു കളയാനായിട്ട്. എന്തൊക്കെയാണോ കാണിക്കുന്നത്, ഇങ്ങനെ ശകുന്തള നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നു. അതെപ്പോഴും ആരുടെ പോസ് ഇത്? നമ്മളവിടെ ചെല്ലുമ്പോ അങ്ങ് വരുവല്ലേ. ഉഗ്രം കേട്ടോ. രണ്ട് പേരുടെ അടുത്തും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ഒരു സംഗതി ഉണ്ടല്ലോ, കസറി കിടുക്കി ഒക്കോ. എൻ പൈങ്കിളിക്കിതാ ഒരു കുഞ്ഞു സമ്മാനം പുള്ളിക്കുയിലേ നിന്റെ കുറുമ്പിൽ ഒരു. അപ്പൊ ഈ ഭാര്യമാരെ പറ്റിയിട്ടും കൂടെ ഒന്ന് പറയോ? അവർ രണ്ടുപേരും, ഡയാനയ്ക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരവസരം കൊടുത്താലല്ലേ ഒരു ആർട്ടിസ്റ്റിന്റെ കഴിവ് പുറത്തു വരുള്ളൂ. എന്നിട്ട് ഈ ബിനുവിന്റെ പെർഫോമൻസ് കണ്ട് സഹിക്കാൻ വയ്യാതെ പെണ്ണ് ചിരിച്ചു പോയി. ഞാൻ ചിരിച്ച അതേപോലെ അവള് കിടന്ന് ചിരിക്കാറ് നിവൃത്തിയില്ല. അടുത്ത് സ്റ്റെപ്പൊക്കെ എടുക്കുമ്പോൾ ഈ ചിരി ഇവിടെ കിടക്കുക നമുക്ക് മനസ്സിലാവുന്നുണ്ട്. രസമായി. ഞാൻ പ്രതീക്ഷിച്ച എന്താ അറിയോ, ലക്ഷ്മി നിങ്ങൾ രണ്ടുപേരുടെയും പേര് അനൗൺസ് ചെയ്തപ്പോൾ ഈ കുട്ടി ക്ലാസിക്കലിന്റെയും ഡയാന മോഡേണിന്റെയും ഞാൻ അങ്ങനെയാണല്ലോ കണ്ടിരിക്കുന്നത്. ശരിക്കും അങ്ങനെയാണ്. ട്രെയിൻഡ് ക്ലാസിക്കൽ അങ്ങനെയാണ് അത് ട്രെയിൻ ചെയ്ത്. രണ്ടാമത് ഡയാന നല്ല മോഡേൺ കോസ്റ്റ്യൂമിലൊക്കെയാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അതാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മുടെ താളം തെറ്റിച്ച് കളഞ്ഞു. രസകരമായിട്ട് ആ കാസ്റ്റിംഗ് സൂപ്പറായി. ആ കുട്ടി ആദ്യമായിട്ടാ സ്കിറ്റ് കളിക്കണേ. അതെ അല്ലേ? ആദ്യമായിട്ടാ. നല്ല രസമുണ്ട് മോളെ, നല്ല ഫ്യൂച്ചർ ഉണ്ട്. കാരണം ആ കോസ്റ്റ്യൂമും ഇതിനെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കോസ്റ്റ്യൂം, പ്രതീക്ഷിക്കാത്ത പെർഫോമൻസ്. പിന്നെ ഈ ബിനുവിൻ്റെ അടുത്താണ് ഇന്ന് പെർഫോം ചെയ്യേണ്ടത് നേരിട്ട്.
എനിക്കൊക്കെ ആണെങ്കിൽ ഒരു വകയും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഈ രീതിയിൽ നിൽക്കാവുന്ന ഞാൻ ചിരിച്ചോണ്ടേയിരിക്കും, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് രണ്ടുപേരും മാറി മാറി അത് എന്തൊരു ആ മീറ്റർ കറക്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കൊന്ന് കറക്റ്റ് മീറ്റർ ആയിരുന്നു. താങ്ക്സ് ഫ്ലവേഴ്സിന്, രസമായിട്ട് ചെയ്തു. 100-ൽ 100 മാർക്കും തരുന്നു. 100-ൽ 100 മാർക്കും. പക്ഷേ എല്ലാവരും അർഹതപ്പെട്ട ഒരു അംഗീകാരം നേടി. സൈഡിൽ ഇരുന്നുകൊണ്ട് ഒരു കയ്യടി കിട്ടി ഒരാൾക്ക്. അനു തീർച്ചയായിട്ടും അനു അത് ഒരു വക ചെയ്യാണ്ട് നല്ല രസമായിരുന്നു. അവർ രണ്ടുപേരും ബിനുവിന്റെ കൂടെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതൊക്കെ എത്ര സ്റ്റേജാ. അത് ബിനു ചേട്ടൻ്റെ കൂടെ സ്കിറ്റ് കളിക്കാൻ നമുക്ക് ഭയങ്കര രസമാണ്. കാരണം പകുതി ചേട്ടന്റെ ഭാഗത്ത് നമുക്ക് ചെയ്തോളും. അതെ അതെ അതെ, നമുക്ക് കറക്റ്റ് ആക്ഷൻ റിയാക്ഷൻ എല്ലാം തന്ന് എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ എളുപ്പം എന്നല്ല, ഇറങ്ങി വാടാ, അടിച്ചു കയറി വാടാ മോനെ. ലക്ഷ്മി അത് മേളോട്ട് നോക്കി ബിനുവിനെ വിളിച്ചത് പുള്ളി വീണ്ടും വേറെ കയറിയോ? ബിൻചേട്ടൻ അത്രയും വീണ്ടും വേറെ കയറിയോ? താഴോട്ട് വേണം. അത്രയും നല്ല കമന്റ്സ് കിട്ടി. നമ്മളെല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഹി ഡിസേർവ്സ്. അത്ര നന്നായിട്ട് ചെയ്തു. നമ്മൾ ഉള്ള കാര്യം തന്നെ പറയും. അങ്ങനെയാണെങ്കിൽ വി ആർ സെറ്റ് ഫോർ ദ നെക്സ്റ്റ് സർപ്രൈസ്. കണ്ടാലോ, കുഞ്ഞു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കളിപ്പാട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കളിപ്പാട്ടം സിനിമയിൽ നിന്ന് വീണ്ടും നേരിരിക്കുന്ന ഉർവശി ചേച്ചിയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷനും പിന്നെ ഒരു ലാലേട്ടനെയും കൂടെ ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ഇറക്കാൻ പോവാണ്. അപ്പോൾ ലെറ്റ്സ് വെൽക്കം നോബി മാർക്കോസ് ആൻഡ് അനുമോൾ അനുക്കുട്ടി. പിന്നെയും പൂവിടുമോ? ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ? പൂഞ്ചില്ലത്തുമ്പിന്മേൽ ചാഞ്ചാടും പൂമൊട്ടൻ നെഞ്ചോട് ചേർന്നിടുമോ? ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ? കളപ്പുരമേയും കന്നിനിലാവേ ഇനിയും വരുമോ തിരുവോണം? മുടിത്തുമ്പിലീറൻ തുളസിയുമായി ഇതിലേ വരുമോ ധനുമാസം? ഒന്നു തൊട്ടാ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ? ഒന്നു തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ? ഒരു പാട്ടിൻ ശ്രുതിയാവാനൊരു മോഹം മാത്രം. ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ? സൂപ്പർ 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 സൂപ്പർ. കഴിഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. ദാസേട്ടന്റെ പാട്ട് അടിപൊളിയായിട്ട്. ചേട്ടാ, ആ സമയത്തുള്ള മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവാണത്. അത് വേറെ ആ സമയത്തുള്ള മ്യൂസീഷ്യന്മാരെന്ന് പറഞ്ഞാൽ സംഗീത സംവിധായകരാണ്. എന്നെ ജോൺസൺ മാഷും കട്ടൻ ചായയും പരിപ്പോടെ
ഞാനത് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ പൊന്നെ, എനിക്ക് ഗ്യാസ് കയറി. അവിടുത്തെ നേഴ്സിനെ ഞാൻ ലൈൻ അടിച്ചു, അതിന്റെ ഭർത്താവ് വന്ന് എന്നെ അടിച്ചു. അതല്ല കേസ് നടക്കണം എപ്പോഴും. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു? അത് പോട്ടെ. നമ്മൾ ഈ മറ്റേ അന്നത്തെ കാലത്തുള്ള പാട്ടുകളെല്ലാം തന്നെ ഗിരീഷ് പുത്തഞ്ചേരി, പിന്നെ അതുപോലെ തുടങ്ങുന്ന അങ്ങനെ ആളുകളുടെ അതെല്ലാം ഗാനമേളക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? പ്രിയമുള്ളവരെ, കളിമണ്ണും കൊണ്ടുണ്ടാക്കിയ 2 കളിപ്പാട്ടങ്ങൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്താ പോകുന്നു ഈ കൊച്ചിനെ ഇങ്ങനെ തള്ളിക്കൊണ്ട് വെക്കാൻ ഈ കൊച്ചിന് അത്രയ്ക്കും സുഖേടാണോ? അല്ലല്ല, ചെറിയൊരു ഈഗോ ക്ലാഷ്. എന്നാ ലേശം പൊക്കം കുറവുണ്ട് പുള്ളിക്കാരിക്ക്. ഉണ്ട്. കീഴിലുള്ള ചെരുപ്പ് കൊടുക്കാൻ പറഞ്ഞപ്പോ എന്നോട് അഭിനയിക്കുമ്പം ചെറിയ ഡിഫറൻറ്റ് വരും. അതുകൊണ്ട് വീൽ ചെയർ ഇരുത്തി അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ചെരുപ്പ് എടുക്കാതെ വന്നിട്ട് വീൽ ചെയറിൽ കയറിയിരിക്കണ കാണേ. അയ്യേ, ഞാനത് എന്താ അസുഖമായിരിക്കുന്നത്. വേണോട്ടിന് ഞാനൊരു ഭാരമായില്ലേ? അതങ്ങനെയാണ്, ഞാൻ നിന്നെ തലയിലല്ലല്ലോ ചുമക്കണത്. പിന്നെ ഇതിന്റെ ഡയറക്ടർ പറഞ്ഞിട്ട് ഈ ഷോയ്ക്ക് നീ ഒരു ഭാരമാണെന്ന്. പിന്നെ ഭൂമിക്ക് ഭാരമായിട്ടുള്ള ആളാണ് വീൽ ചെയറിൽ ഇരിക്കുന്ന എന്നെ ഭാരം എന്ന് പറയുന്നത്. വേണോട്ടാ, മറന്നുപോയി, ഉരുട്ടിയിട്ട് ഓർത്ത് പറയാനുള്ള ഉദ്ദേശം അല്ലേ? എന്റെ കൈക്ക് കുറച്ചേ നീളമുള്ള, ഒരുപാട് പോവല്ലേ. ഞാൻ കാരണം എന്റെ വീടിന്റെ ജീവൻ തൊലഞ്ഞു പോയില്ലേ? നീ സ്കിറ്റിലുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ പകുതി ജീവൻ തൊലഞ്ഞു. പിന്നെ ടെലികാസ്റ്റിംഗ് കഴിയുമ്പോൾ മൊത്തം തൊലഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനിരിക്കണം. അപ്പൊ എന്നെ വേണോട്ട് ഇട്ടിട്ട് പോവോ? കൊള്ളാം, സ്കിറ്റ് പൊളി. ഞാൻ നിന്നെ വീൽ ചെയറും കൂടെ ഞാൻ റബ്ബറും കാട്ടി ഇട്ടിട്ട് കോട്ടയം ബസ് കയറി മണിയിടുന്നൊരു പോക്കും ഞാൻ. ചേട്ടാ, ബസ്സിന്റെ സമയം നോക്കി പോണം. അല്ല ഇവള് പുറകെ വന്ന് പിടിക്കും. അതിനിപ്പോ വലിയ ഞാൻ വയല് വാരമെങ്കിലും വലിയ. ഞാനൊരു കാര്യം പറഞ്ഞ വേണോട്ടിന് വിഷമാവോ? സരോജം പറഞ്ഞു പറ്റി. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേണോട്ടൻ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. നാളെ ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കുന്ന പറഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിച്ചു. കാര്യം ആരെ നോട്ടം ശരിയല്ല. കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കില്ലേ? സരോജം, ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. നാളെ എന്തെങ്കിലും സംഭവിച്ച പെട്ടെന്ന് ഞാൻ വേറൊരു കല്യാണം കഴിക്കണമെന്ന് അരുത്, അങ്ങനെ പറയരുത്. അല്ല, എനിക്ക് വിഷമം കൊണ്ട് വേണ്ട. എന്നാ വേണ്ട, കല്യാണം കഴിക്കണ്ട. അങ്ങനെയല്ല, പിന്നെ പെട്ടെന്നൊരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പോയൊരു ബ്രോക്കറെ കാണണം, പെണ്ണ് കാണാൻ പോകണം. പിന്നെ ആ പെണ്ണ് നിന്നെ പോലെ വെളിവില്ലാത്തതാണെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, കാറ്ററിംഗ് കാരെ ഏൽപ്പിക്കണം. കുറഞ്ഞതൊരു 1.5 വർഷം പിടിക്കൂല. അതാണ് ഞാൻ അങ്ങനെ. ഈ കൊച്ചിങ്ങനെ ഇരിക്കൂലേ, ഇപ്പൊ മുതൽ ടോൺ ചെയ്ത് അങ്ങ് തുടങ്ങണം. നാളെ എന്ത് സംഭവിക്കണം അപ്പൊ തന്നെ ആ സാധനം കേട്ടോ. ചേട്ടാ, മാട്രിമോണി കൊടുത്തു കഴിഞ്ഞാൽ 6 വർഷം എടുക്കും. അത് ശരിയല്ല. പിന്നെ പെട്ടെന്നൊരു കല്യാണം അത് പറ്റില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല. ഈ സാധനം സമയം എടുക്കും. ഇത് ഇപ്പോഴത്തെ ടൂൺ ചെയ്ത് പിന്നല്ല. ഓ, എന്റെ ഡാഡിയുടെ സ്വത്ത് കണ്ടിട്ടാണോ സുഖമില്ലാത്ത എന്നെ കല്യാണം കഴിച്ചത്? വേണോട്ടെ, അങ്ങനെ പറയരുത്. ഡാഡിയുടെ സ്വത്ത് കണ്ടിട്ടാണോ ഞാൻ നിന്നെ കല്യാണം കഴിച്ചതെന്നോ? എനിക്ക് നിന്നെ മതി. നമ്മളതൊക്കെ കരഞ്ഞുകൊണ്ട് കോമഡി പറയുന്ന എന്നോ രസമാവേ. ശരിക്കും സത്യമായിട്ടും നിന്നെ മതി. എനിക്ക് ഇപ്പോഴാ സമാധാനമായത്. എന്നാ ഞാനൊരു സത്യം പറഞ്ഞോട്ടെ. എന്റെ ഡാഡിയുടെ സ്വത്ത് മുഴുവനും ഇന്നലെ ബാങ്കർ ജപ്തി കൊണ്ടുപോയി. പുള്ളിക്ക് വിഷയമല്ല. സത്യം. എന്താ ചിരിക്കണേ? ആത്മാർത്ഥമായിട്ട് സ്നേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. വീല് കാലേ കയറി കാണും. എന്റെ കാല് തളരും പോലെ. കവക്കല്ലേ, ടൈൽസേലിക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സൈഡ് പറ്റ അടിച്ചിട്ട് താടി ഇവിടെ ഷേപ്പ് ചെയ്യണം. പിന്നെ പറ്റുമെങ്കിൽ മീശ ഒന്ന് ട്രിം ചെയ്ത് തരണം. ഓർമ്മ പോയി, ഇത് സ്ട്രോക്ക്. അയ്യോ, പ്രഷർ തലേ കയറുമ്പോ എന്നെ എടുത്ത് ഏതെങ്കിലും ആശുപത്രി കൊണ്ടിടും. ആരാരും കാണാതെ ആരോമൽ കൈമുല്ല പിന്നെയും പൂവിടുമോ? ആരാരും കാണാതെ വാടകമേഷ ഇല്ലെങ്കിൽ ഇത് നമ്മുടെ തലയിൽ ഓരോന്നും ഒന്നിനൊന്നും മെച്ചമെന്ന് വേണം പറയാൻ. ഉഗ്രനായിരിക്കുന്നു. ആദ്യമൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആ കൊച്ചിന് കൊടുക്കാനുള്ള എല്ലാം എടുത്തു വെച്ച് തിന്നേച്ച് തുടയ്ക്കുന്നത് മാത്രം എന്തൊരു ശുഷ്കാന്തി. അത് മാത്രം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഗുളികയും സിറപ്പും വരെ എടുത്തങ്ങ് കുടിച്ചു. എന്നാൽ അവളുടെ മുഖത്ത് ആ ദൈന്യത മാത്രം. അല്ല, ഞാൻ ചോദിച്ചു വേണമെന്ന് വെച്ചപ്പോൾ ഡയറ്റ് ആണെന്ന്. രസമായി. നോബിക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. നോബി എന്ന് പറഞ്ഞ ആക്ടറിന്റെ ഉള്ളിൽ ഒരു ഹീറോ കിടപ്പുണ്ട്. ഒരിക്കലും ഓവർ കോമഡി ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടാണ്. നോബി ശ്രദ്ധിച്ച്, ശരീരം ശ്രദ്ധിച്ച്, ഇപ്പൊ ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ആയാൽ ഈ മടിയനാവാതെ ആയാൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും, ലീഡ് റോൾസ് ചെയ്യാൻ പറ്റും, നല്ല എക്സ്പ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. കാരണം നോബിക്ക് അങ്ങനെ ഒരു ഫേസ് ആണ്. മനസ്സിലായോ? പക്ഷെ നോബിക്കുള്ളിൽ വളരെ ഗൗരവമുള്ള ഒരു ആക്ടറുണ്ട്, സീരിയസ് ആയ ഒരു ആക്ടറുണ്ട്. അത് ഭാവിയിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട്.
കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. താങ്ക് യു. സീരിയസ് ആയിട്ട് ആലോചിച്ച് ചെയ്യേണ്ടതാണ് ഹ്യൂമർ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഈ വേദിയിൽ എല്ലാ ഷോവും എന്തുമാത്രം റിസ്ക് എടുത്ത് എന്തുമാത്രം പ്ലാൻ ചെയ്താൽ ചെയ്യുന്നതെന്നുള്ളത് ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാവും. അതിന് ഡയറക്ടർക്ക് വലിയൊരു പങ്കുണ്ട്. അനൂപിൻ്റെ കഴിവിനെ ഞാൻ പ്രശംസിക്കുന്നു. ഒരു കണ്ടിന്യൂസ് കോമഡി, ഒരു ഫൺ ഷോ ഇത്രയും രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇത്തരം ഷോകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവണം. എല്ലാവർക്കും ഞാനിപ്പം എൻ്റെ ഹൃദയത്തിൽ തുറന്ന് ഞാൻ പറയുകയാണ്, ഇത് മെയിൻറ്റെയിൻ ചെയ്യുക ഈ എനർജി. നിങ്ങൾ നോബി കലക്കി, അനുവും കലക്കി, സൂപ്പറായിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ചേച്ചി ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. ശരിക്കും ഇന്നത്തെ ഈ ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു ഗസ്റ്റ് വന്ന പോലെയല്ല, സ്റ്റാർ മാജിക്കിൽ നമ്മളെല്ലാവരും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയ കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് അറിയാനും പഠിക്കാനും പറ്റുന്ന പോലെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സിൻസിയർ വേർഡ്സ്. കാരണം സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കോമഡി സ്റ്റാർസ് ചെയ്യുന്ന സമയത്തായാലും ജഡ്ജ്മെന്റിൽ ചേച്ചിയോ കൽപ്പന ചേച്ചിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അത് ചേച്ചി പറഞ്ഞു, ഉറവശി ചേച്ചി എന്നെ കണ്ടിട്ടില്ല ചേച്ചി, പക്ഷെ നമ്മളെല്ലാരും അറിയാം. കൽപ്പന ചേച്ചി ചെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു എല്ലാവരെ പറ്റി. കണ്ടിട്ടില്ലേ? അല്ല ആ സമയത്ത് കാരണം വീട്ടിലെല്ലാവർക്കും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളവരാണ്. അതിന്റെ അമ്മ നല്ലോണം എഴുതുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാംസ് ഒന്നും മിസ് ചെയ്യത്തില്ല. അപ്പം അവള് പോകുന്ന സമയത്താകുമ്പോൾ ഞാൻ പറയും, നീ പോകുമ്പോൾ അവരെ ശ്രദ്ധിച്ചോണേ, ഇവരെ ശ്രദ്ധിച്ചോണേ, ഇവരിപ്പോൾ ഇങ്ങനെ ചിരിക്കും. നോബിയുടെ ചിരി ഞാൻ പറയും, നോബി ഇങ്ങനെ ചിരിക്കും കേട്ടോ, ആ ചിരി ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പൊ എല്ലാവരും കൽപ്പന ചേച്ചി പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് എപ്പോഴും ഈ സ്റ്റാർ നൈറ്റ് ഷോയ്ക്കും ഒക്കെ പോയി എല്ലാവരുമായിട്ടും അങ്ങനെ പറ്റും. ഞാനിപ്പം പൊതുവെ ചാനൽസിൽ ഈ ഒരു കാര്യം കൊണ്ടാണ് കുറച്ചത്. ഇപ്പം പിന്നെ മോൻ കുഴപ്പമില്ല, സ്കൂളിൽ പോയി തുടങ്ങി, ഞാൻ സമയം വേസ്റ്റ് ആക്കുന്നില്ല, സന്തോഷം. ഉള്ളൊഴുക്ക് എന്നുള്ള ഒരു സിനിമ അത്രയധികം ലൈക്ക് ക്രീമുള്ള ഒരു സിനിമയാണ്. സോ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് നമ്മുടെ സിനിമയെ കുറിച്ച്? നല്ല സിനിമയാണ്. 2 ആർട്ടിസ്റ്റുകളിൽ മാത്രം കേന്ദ്രീകരിച്ച് നമുക്കിപ്പം ഒന്ന് വലുതും ഒന്ന് താഴ്ന്നും എന്നുള്ളതല്ല, ഒരു ഈക്വൽ ഇമോഷനുള്ള 2 ക്യാരക്ടേഴ്സിൽ കൂടെ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുക. പടം മുഴുവൻ തീർന്നു കഴിഞ്ഞു ഞാൻ വിചാരിച്ചു, ഈശ്വരാ ഇത് ഞാൻ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഒരു ആസ് ആൻ ആക്ട്രസ് ഞാൻ ഒത്തിരി മിസ് ചെയ്തേനെ. പിന്നെ പാർവതി ഓഫ് കോഴ്സ് ഞാൻ പറയേണ്ട കാര്യമില്ല, സിനിമയെ വളരെ ഗൗരവമായിട്ട് സമീപിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഞങ്ങളുടെ ഒരു ഫസ്റ്റ് കോമ്പിനേഷൻ സിനിമ കാണണം എല്ലാവരും. ബിഗ് സ്ക്രീനിൽ. അപ്പോൾ ഉർവശി ചേച്ചി വളരെയധികം ഹാപ്പിയാണ്, അതിലുപരി ഞങ്ങളും നല്ല ഹാപ്പിയാണ്. താങ്ക് യു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എല്ലാവരും. ഗെയിം ഇങ്ങനെ കാണാൻ അല്ലെങ്കിൽ അടുത്ത ഗെയിം എന്താന്നിങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം, എക്സൈറ്റഡ് ആയിട്ടിരിക്കണം ഉർവശി ചേച്ചിക്ക് വേണ്ടിയിട്ട് അടുത്ത ഗെയിമിലേക്ക് നമ്മൾ പോവാണ്. റെഡിയാണോ? കുട്ടിക്കാലത്തെ നിങ്ങൾ 5 മക്കളും കൂടെ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് ഏത് ഗെയിം ആയിരിക്കും? ചീട്ടുകളി. ആരാടാ ചീട്ടുകളി എന്ന് പറഞ്ഞാൽ പിടിക്കടാവനെ? ഞാൻ പറയാം ആരാന്ന് പറയാം ചേച്ചി, ഞാൻ ആരാന്ന് പറയാം. ഈ ഇരിക്കുന്ന ആളോ? ആരാ, ബീനു ആണോ? അല്ല ഇവന് വേറെ വല്ല പണി. അന്നൊക്കെ കുട്ടികൾ ചീട്ട് കളിച്ചാൽ ഓടിക്കും. കല്ല് കളിക്കാൻ സമ്മതിക്കത്തില്ല വീട്ടിലേക്ക്. ഇങ്ങനെ കല്ല് കളിച്ചാൽ പറയും കല്ലാടുന്ന വീട്ടിൽ നെല്ലാടത്തില്ല, വെളിയിൽ പോയിരിക്കാൻ പറയും. അല്ലാച്ചി കഴുത കളിക്കൂലേ? ഏതായി കൂഷ്മാണ്ട? ഏത് കൂഷ്മാണ്ടോ? ഗെയിമിന് റെഡി ആയിട്ട് നിൽക്കുവല്ലേടാ, ഇടി വേണോടാ നിനക്ക്? ചേച്ചി മൈൻഡ് ചെയ്യണ്ട, കോമഡി നശീകരണ മനുഷ്യനാണത്. ഏറ്റവും കൊന്തനാന്നോ ചോദിച്ചാൽ ഉല്ലാസ്. അതായത് ഈ 5 പേരിൽ ഏറ്റവും കൂടുതൽ ശരീരം അനക്കാതെ മേലനങ്ങാതെ പതുക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടൊക്കെയാണ്. ശരിക്കും പ്രേം നസീർ, ജയൻ ഇങ്ങനെയുള്ള കോമ്പിനേഷനിലെ ഫൈറ്റുകളാണ്, വാൾപ്പയറ്റാണ്. അപ്പൊ ഇഡലിത്തട്ടും ചീപ്പും കൊണ്ടാണ് പ്രയോഗം. അപ്പൊ അതൊക്കെ കൊണ്ട് മിനി ചേച്ചി മാന്തി തരും. സിനിമയിലെ ഹീറോയും വില്ലനും കൂടെ ഫൈറ്റ് അല്ലേ? ശരിക്കും ജയനായിട്ടൊക്കെ എന്റെ നേരെയുള്ള ആങ്ങളെ ചെയ്യുന്നത്. അവന് മമതയൊന്നുമില്ല. ആ സമയത്ത് ആവേശം കയറി ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ ഞാൻ പക്ഷെ ഇതിന്റെ ഒരു ചെറിയ പടയാളികളായിട്ടുള്ള ബാക്ക് സൈഡിൽ മാത്രമേ. കള്ളക്കൊതി എടുക്കുന്നത് ആരാ? കൽപ്പന ചേച്ചി തന്നെയാണ്. അത് തന്നെ, ഒരു സംശയമില്ല അല്ലേ? അവളാണ് ഫ്രണ്ടില്. കലച്ചേച്ചിയും ഭയങ്കര സൈലന്റ്, എനിക്ക് ഒട്ടും കുറവില്ല. ഞാനാണ് എന്നെ കൂട്ടത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നത്. ശരിക്കും അങ്ങനെയുള്ള കളിയൊക്കെ കളിക്കുമായിരുന്നു. ഒളിച്ചുകളി സ്ഥിരം ഉണ്ടായിരുന്നു. അല്ലാതെ ഇങ്ങനത്തെ ഉള്ള ഗെയിംസ് ഒന്നും നമുക്കൊന്നും മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്റ്റാർ മാജിക്കിന്റെ വേർഷൻ, പണ്ടത്തെ കുട്ടിക്കാലം ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ന്യൂ ജനറേഷൻ ഗെയിം. ഈ ഒരു ഗെയിം ഇവിടെ മാത്രം നിങ്ങൾ കാണുള്ളൂ, കാരണം സ്റ്റാർ മാജിക്കിൽ മാത്രം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പുതിയ ഇൻവെൻഷൻ. ഗെയിമിന്റെ പേര് കേട്ടാൽ അതിലുപരി നിങ്ങൾ ഞെട്ടും. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ചപ്പലു ചാടലു. താങ്ക് യു.
അർത്ഥവത്തായ പേരുകൾ എടുത്ത കുട്ടി. ചേച്ചിക്ക് ആ പേര് ഒന്നുകൂടെ കേട്ടാ കൊള്ളാന്നുണ്ടല്ലേ? ഉണ്ട്, കാരണം ഇത് ആന്ധ്രയിൽ നിന്ന് വന്ന ഗെയിമാണിത്, എനിക്കറിയാം. ചപ്പലും ചാടലും. ചേച്ചി, ഞാൻ പേരിട്ടിട്ടുള്ള കുട്ടികൾ വരെ ശരിക്കും കേരളത്തിലുണ്ട് കേട്ടോ. ശരിക്കും സ്റ്റാർ മാജിക്കൽ ഓഡിയൻസ് ആയിട്ട് വന്നിട്ട് എന്റെ ഈ പേര് കേട്ട് ഇൻസ്പയർഡ് ആയിട്ട് അച്ഛനും അമ്മ എപ്പിസോഡിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗെയിമിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചപ്പൽ വെച്ചിട്ടാണ്. ഗൈസ് പൊക്കി കാണിക്കൂ, കാല് പൊക്കൂ. അയ്യോ, ഇത് ചപ്പലാണോ? ചപ്പൽ കൊണ്ടൊരു വീടുണ്ടാക്കിയിരിക്കുവാണോ? ഇനി അടുത്തത് ചപ്പല് കിട്ടിയാലോ, അവിടെയുണ്ട് ചപ്പൽ, ഇവിടെയുണ്ട് ചപ്പൽ. ഈ ചപ്പൽ ഇട്ടിട്ട് നമ്മൾ ചാടണം. ഐന്ദ്രകസൻസ് നെല്ലിയാറാവുന്നത് മനസ്സിലായല്ലോ? ഒന്ന് ചാടി കാണിക്കൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ആരുണ്ട്? ഈ ഫ്ലോറിൽ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് 72ാമത് പിറന്നാൾ ആഘോഷിക്കുന്ന ഉല്ലാസ് പന്തളത്തിൽ. ശരി, അങ്ങനെയാണെങ്കിൽ ഉല്ലാസേട്ടന് മൊത്തം 4 കേക്കാണ് നമ്മൾ കരുതി വെച്ചിട്ടുള്ളത്. ദാ അവിടെ കേക്ക് ഇരിക്കുന്നുണ്ട്. ഓരോ ടീം, അതായത് നിങ്ങളുടെ ടീമിൽ നിന്ന് 2 പേര് അങ്ങോട്ട് പോകണം. ലക്ഷ്മി, ഇദ്ദേഹത്തിന് ഒരു ബർത്ത്ഡേ വിഷസ് പറയോ? ഹായ്, ഇന്ന് 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന നാട്ടുകാരുടെ പ്രിയങ്കരനും പന്തളത്തിന്റെ അഭിമാനമായ പൊക്കൽ സുന്ദരനായ ഉല്ലാസ് പന്തളത്തിന് ഹാപ്പി ബർത്ത്ഡേ. ഒരു പാട്ട് ഇന്ന് 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ സുഹൃത്തും നിങ്ങളുടെ സുഹൃത്തുമായ ഉല്ലാസ് പന്തളത്തിന് മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായ നാളെയാണ് നറുക്കെടുപ്പ്. നാളെയാണ് നറുക്കെടുപ്പ്. ഇവന്റെ അടുത്ത് പറഞ്ഞറിഞ്ഞ നാളെ ഇവന്റെ അടുത്ത് നാളെ എപ്പോഴാണ് ഷൂട്ട്? ആ നാളെ 8 മണിക്കാണ് കോട്ടയത്ത് പറഞ്ഞപ്പോ 8 മണി കോട്ടയത്ത് പോയിക്കണം. നല്ലതാ. ഇനി ഞാൻ ഈ ഗെയിമിന്റെ നല്ലതാന്ന് പറഞ്ഞാൽ മൈൻഡ് ആയിട്ട് ഒറ്റ പോക്ക്. അല്ല, ഇത് മ്യൂസിക് കേൾക്കാത്ത എത്ര നല്ല കോമഡി ഒക്കെ വന്നിട്ട് CD കംപ്ലൈന്റ്. ഞാനിത് ഇതെവിടെ പോയി പുറത്തേക്ക്. എടോവേ, ഞാൻ ഒന്ന് പറയട്ടെടോവേ. ഓക്കെ, അപ്പൊ ഈ ചപ്പല് ചാടലു എന്ന് പറഞ്ഞ ഗെയിം എങ്ങനെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ടീമിൽ മെമ്പേഴ്സ് ഇങ്ങോട്ട് പോകും, ഈ ടീമിലെ മെമ്പേഴ്സ് ഇങ്ങോട്ട് പോരണം, സ്വന്തം ടീം മെമ്പർ അവിടെ ഇരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചപ്പലുമായിട്ട് ഈ ചപ്പലിനുള്ളിൽ കാല് വെച്ചിട്ട് നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക. ഇപ്പുറത്തും ഇപ്പുറത്തും താലം പോലെ നമ്മൾ ഫ്രഷ്ലി മെയ്ഡ് ആയിട്ടുള്ള ടീം നല്ല ബേക്കേഴ്സും കൂടെ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള കേക്ക് നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കയ്യിലും കേക്ക് വെക്കും. നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യത്തെ ആള് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് ആദ്യത്തെ ബലൂൺ പൊട്ടിക്കുന്നു, അടുത്ത ആള് പൊട്ടിക്കുന്നു. ഈ കേക്ക് താഴെ വീഴാൻ പാടില്ല. അങ്ങനെ ഏറ്റവും ആദ്യം ഇത് കംപ്ലീറ്റ് ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഓപ്പോസിറ്റ് ടീം മെമ്പറിന്റെ ഫേസിൽ നിങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മൊത്തത്തിൽ ഫേഷ്യൽ ചെയ്ത് കൊടുക്കാം. ഇതാണ് ടാസ്ക്. എന്ത് പറ്റി ബിനു? മൈക്കൂര ഞാൻ പറയാം. സാധാരണ നമ്മള് ക്യാപ്റ്റനെയാണ് അവിടെ എടുത്താറ്. അതെ അതെ അതെ, അവസരം വരും, എല്ലാരും കളിക്കും. എന്നാ തുടങ്ങിയാലോ? ലക്ഷ്മി, ഈ ഉല്ലാസേട്ടന്റെ നോബിച്ചേട്ടന്റെ ടീമല്ലേ ഈ 2 പേരും നിന്ന് ആടുന്നത്? അർദ്ധരാത്രി കൊട പിടിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ചിത്രത്തിൽ മോഹൻലാലിനെ വലിച്ചോണ്ട് പോകുമ്പോലെ പോലെ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചിലർ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. അവിടെ ബിനു അടിമാലി, ഇവിടെ നോബി മാർക്കോസ്, ഇവർ 2 പേരും അങ്ങനെ ഇരുന്നിരിക്കുകയാണ്. ഗെയിം കളിക്കാൻ പോവാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഗെറ്റ് റെഡി, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. Very good, Srividya team. Very good, Chilanga. Very good. Very good. Very good. Very good. Oh. തുടക്കരുത്. നോബിച്ചേട്ടൻ കൈമാറ്റൂ. നോബിച്ചേട്ടൻ കൈ വെക്കണോ?
കൈ കൊണ്ടൊക്കെയാണ്. ഒറ്റ ഷേവിംഗ് ബ്ലേഡ് തരാമോ? മൊത്തത്തിൽ അങ്ങ് പഠിച്ചു കളയാം. നോബിക്ക് കണ്ണു കാണാൻ വയ്യ. ഇത്തവണ ക്രിസ്മസ് അപ്പൂപ്പൻ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്തോ കലാപരമായിട്ട് ഇവിടെ മേക്കപ്പ് ചെയ്യുന്ന പോലെ തേക്കുവാണല്ലോ. ബിനു അടിമാലിയുടെ ഇത്രയും വൈരാഗ്യം അവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്ത് ചെയ്യാനാ? ഹായ് അടിമാലി ചേട്ടാ, എവിടെയോ കണ്ടു മറന്നൊരു മുഖം. റെഡി? എന്താ പറയാനല്ലേ? കണ്ണിന്റെ കൃഷ്ണമണിയില് ആ നല്ല രസമുണ്ട്. ഓക്കെ, കണ്ണു നീരണു. ഓക്കെ, അപ്പോ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ഏത് ടീമിനാണ് പോയിന്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇപ്പറിയണം. സോ കൺഗ്രാറ്റുലേഷൻസ് ടു അടിമാലി ടീം. ഒരു പോയിന്റ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് ബിനിഷന്റെ ടീം. ദാറ്റ് മീൻസ് നിങ്ങളുടെ ടീമാണ്. ഗുഡ് ജോബ് സുമ ആൻഡ് ചിലങ്ക. ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അല്ല, ഇനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു കാര്യം, ഈ ദ്രോഹം മുമ്പ് കണ്ടതാണ് ഇവര്. നമ്മൾ വീണ്ടും വന്നിരുന്നപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ എല്ലാവരും കൂടി ഇഷ്ടം കൊണ്ടല്ലേ? ഒരാളുടെ മുഖത്ത് ചെളിവാരിത്തേക്കുന്നതാണോ ഇഷ്ടം? കൊള്ളാം കേട്ടോ. അത് ചെളിയല്ല കേട്ടോ, നല്ല മധുരമേറിയ ഉറുമ്പരിക്കുന്ന കേക്കാ. അതും ഷേവിംഗ് ഫോമിന്റെ ഫോമില്. നല്ലതായിരുന്നു. എനിക്കായിരുന്നു നല്ല ടെൻഷൻ. കാരണം ഇത് രണ്ടുപേരും രണ്ട് തരത്തിലുള്ള ബാലൻസ് അല്ലേ. അപ്പം ഒരാളുടെ ഹൈറ്റും ഒരാളുടെ ഹൈറ്റും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഉരുണ്ടടിച്ച് വീഴാനുള്ള സാധ്യതകൾ കണക്ക് കൂട്ടി ഇവിടെ വീണു. അവർ രണ്ടുപേരും വീണു. മറ്റേ അവര് വീഴാതെ പിടിച്ചു നിന്നു. സുമേഷും എന്റെ കയ്യിൽ നിന്ന് വിട്ടില്ല, എന്റെ കോംബോ എന്റെ കയ്യിൽ നിന്ന് വിട്ടില്ല. സൂക്ഷിച്ചു കളിക്കണം കേട്ടോ. അതൊക്കെ പോയാൽ മതി, നമുക്ക് തിരക്കില്ല. ചേച്ചി, എന്തായാലും ഞാനൊരു കാര്യം പറയാം. ആ ടീമിനെ തോപ്പിച്ച ചേച്ചിയുടെ ആഗ്രഹം പോലെ ചാട്ടയടിക്കുന്ന, അവരെ ചാട്ടയടിച്ച് വീഴ്ത്തുന്ന രംഗം ഞങ്ങൾ കാണിച്ചു തരും. ശരി. അപ്പോ ഈ ഒരു റൗണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും ആദ്യം ഈ റോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്ട്രേറ്റ് ലൈൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലൈനിലേക്ക് വരിക. ഈ ലൈനും കംപ്ലീറ്റ് ചെയ്യണം. ശരി, കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വെരി ഗുഡ്. ചേട്ടന്റെ കാര്യം കുറച്ച് രക്ഷപ്പെട്ടു, ശകലം അങ്ങ് പോയിട്ടുണ്ട്. ക്രീം പോണത് പോട്ടെ. അനു 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 വെരി ഗുഡ്. അത് അവര് തന്നെ. അനു സാറേ സാറേ, ഇത് ഫൗളാണ് സാർ. ഇത് അനു അനു നമ്മുടെ ടീമല്ലേ നീ? വെരി ഗുഡ്. ജിഷു ചേട്ടൻ ആൻഡ് അങ്കിത. ഈ രണ്ട് വാഴ എങ്ങോട്ടും നടന്നു പോകണമെന്നില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ ഡയാന, ഇപ്പൊ വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം, മത്സരത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യാം. എന്റെ ദൈവമേ, ഇവിടെ വെടിക്കെട്ട് നടക്കുവാണേ. ആ ഞാൻ രക്ഷപ്പെട്ട്. എടാ ജിഷിനെ ചാടി പൊട്ടിക്കടാ. എടാ ജിഷിനെ ചാടി പൊട്ടിക്കടാ. ആ പെങ്കൊച്ച് അതും കളഞ്ഞ്. ആ ഒരു 2 വാഴ മറിഞ്ഞിട്ടുണ്ട്. കൊല വെട്ടണവർക്ക് വെട്ടിയിട്ട് പോവാം. എടാ പോടാ പോടാ വെച്ച്. എടാ ജിഷിനെ, നിന്റെ വീഴ്ചയും മറിച്ചിലൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അവനെ അങ്ങ് കുളിപ്പിക്ക്. അതിന്റെ ചെലവ് ഞാൻ വഹിച്ചോളാം. കുളിപ്പിക്കാൻ അവനെ. ഐസ്ക്രീം തേക്കണാര് 2 കണ്ണിന്റെ കുഴിയിൽ പൊത്തി. നിങ്ങള് ഭയങ്കര കിഡിഷായിട്ട് ബിഹേവ് ചെയ്തു. ഇവിടെ ഈ ഒരു ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ വന്നേ? നിങ്ങൾ ഓക്കെ ആണോ? ബലൂൺ അങ്ങോട്ട് പോയാണ്ടപ്പോഴേ നമ്മൾ ബലൂണിനെ ചേസ് ചെയ്ത് പൊട്ടിക്കാൻ വിചാരിച്ചിട്ട് നല്ല ബുദ്ധി, അതിബുദ്ധി. ഓക്കെ ആണോ? കൈയും കാലൊക്കെ ഓക്കെ ആണോ? എനിക്ക് തേക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷം. ഇത് ശരിക്കും പറഞ്ഞ ആമയും മൊയിലും പന്തയും വെക്കല്ലേ?
ചേച്ചി അങ്ങനെ തോന്നിയോ? കറക്റ്റ് ആയിട്ട് അതാ തോന്നിയത്. കാരണം അമിത ഒരു പരവേശമായി പോയി, ഓവർ ആവേശം. അവര് വീണു, 2 തവണ വീണു ബാലൻസ് ഇല്ലാതെ. പക്ഷെ അവിടുന്ന് എണീറ്റ് അവര് തീർക്കേണ്ടതൊക്കെ തീർത്തിട്ട് സാവകാശം ഇറങ്ങി. അതിനകത്തൊരു മണ്ടത്തരം, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഇല്ലാതെ പോയി. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? ബലൂൺ അങ്ങ് പോയതുകൊണ്ട് പറ്റിയത്, അല്ലെങ്കിൽ നമ്മള് ജയിച്ചാനാ. അല്ല, അതിപ്പോ അങ്ങനെ അവരും പറയാനൊരു എക്സ്ക്യൂസ് അതല്ലേ, അങ്ങനെ വീണത് കൊണ്ട് ഞങ്ങൾ ജയിച്ചേനെ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചേച്ചി തുടക്കത്തില് ബലൂൺ ഫിനിഷ് ചെയ്ത് നമ്മളാണ്. ഇല്ല, ഞാൻ ഇരുന്നപ്പോ നിന്റെ പുറത്തരണ മൂർക്കപ്പാമ്പ് തുപ്പിയോ? അല്ല. ശരി, എന്തായാലും ഇപ്പൊ പോയിന്റ് പോയിട്ടുള്ളത് നമ്മുടെ ഡയനയുടെയും ദേവിയുടെയും ടീമിലേക്കാണ്. ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ ടോട്ടൽ പോയിന്റ്സ് 1-1 ആണ് കേട്ടോ. ട്രയൽ നിൽക്കുകയാണ്. ഗുഡ് ജോബ്. സുമിക്ക് എന്തോ പറയാനുണ്ടല്ലോ? ഈ ജിഷിൻ എന്ന് പറയുന്ന സാമദ്രോഹി ഉണ്ടല്ലോ, അവൻ ഗെയിം കളിച്ച് ജയിക്കാനല്ലായിരുന്നു അവന്റെ ശ്രമം. അവന്റെ ഞാനൊന്നും പറയല്ല, അവന് നേരത്തെ പൊട്ടിക്കാമായിരുന്നു. അത് നേരത്തെ പൊട്ടിച്ച് ഇവര് ഇവിടെ നിന്ന് പകുതിയാവുന്നതിന് മുമ്പ് അവരെ തീർത്തതായിരുന്നു. പറയണ സത്യമാണോ? അവിടെ നിന്ന് മറിഞ്ഞു വീണ് ഉരുണ്ട് മറിഞ്ഞ് എന്തായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞ കേട്ടതാ, നമുക്ക് എൻജോയ് ചെയ്ത് ഗെയിം കളിക്കാന്ന്. ശരി, ഓക്കെ, 1-1 ആണ്. ഇനി ആരൊക്കെയാണ് എൻജോയ് ചെയ്യണത്? റൂം എടുത്ത പോലെയായിരുന്നു അവൻ. ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ശരി, നമ്മള് ഫൈനൽ റൗണ്ടിലേക്ക് പോവാണ്. ഈ ഫൈനൽ റൗണ്ടിലെ ചേട്ടന്മാരൊക്കെ ഇരുന്നിട്ട് പുലിക്കുട്ടികളെ ഇറക്കിയിരിക്കുകയാണ് അല്ലേ? അങ്ങനെ വേണ്ടേ പറയാൻ? ചേച്ചി തീർച്ചയായിട്ടും അങ്ങനെ വേണം പറയാൻ. ചേട്ടന്മാരും മടിയും കുഞ്ചുക്കളായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പെൺപുലികൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഗെറ്റ് റെഡി. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അങ്ങനെയല്ല അനു, അങ്ങനെയല്ല കേട്ടോ. അമേസിംഗ്. അനു ചാടണം. അനു, ആ ബിനീഷ് ബാസിൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. വഴിക്കരുത്, പതുക്കെ എല്ലാവരും വന്നിട്ട്. അനു വെയിറ്റ്, 2 പേരും ഈക്വലായി നിന്നിട്ട്. നിങ്ങളൊന്ന് ഈക്വലായിട്ട് നിൽക്കൂ. അവളുടെ മുഖത്ത് മൊത്തം ഡയാന കളിക്ക്. എടാ, ഞാൻ ഗന്ധർവിലെ നായികയാ. ഇത് കാണുന്നില്ലേ? ജിഷിൻ ഇത് കാണുന്നില്ലേ? നോട്ട് ഫെയർ. ഞാൻ കണ്ടു. നിങ്ങൾ കളിച്ചോളൂ. രണ്ട് ഹിമക്കരടി കുഞ്ഞുങ്ങള്. അവരെ തേച്ച് വൈ. ആദ്യം തേച്ച് വെക്കണം, വറക്കാനോ? അല്ലല്ല, അവിടെ കാലം തേച്ച് വെക്കണോലെയോ. ഇത് അപകടത്തിലേക്കാണ്. അയ്യോ, അതെന്നാ കാണിച്ചേ? ബലൂൺ പൊട്ടിക്കാൻ വേണ്ടി ബലൂൺ തൂറ്റിക്ക് കളഞ്ഞോ? ഇപ്പൊ കൃത്യമായിട്ട് പൊട്ടിക്കണ്ടല്ലോ. അതന്നെ പോയി. ഓക്കെ, ഇനി ബാക്കിലുണ്ട് മോളെ. നീ ഇന്ന് ബംഗാളിയെ പോലെ പണിയെടുത്ത് ബാക്കിലുണ്ട്. അതൊക്കെ പൊട്ടിക്കൂ. 2 വെള്ളാച്ചൂതം വന്ന് അനുവിന്റെ ചെരുപ്പിന്റെ പശ പോയി. മതി. അനുവിന്റെ ചെരുപ്പിന്റെ
ഇവിടെ ഉള്ള അഡ്വക്കേറ്റിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് വിജയിച്ചു നാളെ അടിമാലി കോടതിയിൽ ജോലിക്ക് കയറാൻ നിൽക്കുക. So the answer is very simple. ഉർവശി ചേച്ചി എപ്പടി അവിടെ തന്നെ എവിടെ തന്നെ അവരുടെ ടീമല്ലേ, ഡയനയുടെ ടീം എന്ന് പറയുമ്പോ നോബിളിന്റെ ടീമല്ലേ. അനു എന്താ പറ്റിയേ? ഇങ്ങനെയൊക്കെ പറ്റി. ഇങ്ങനെയൊക്കെ അതെന്തുകൊണ്ടായിരിക്കും? പ്ലാനിങ് ഇല്ലായ്മയാണ്? അല്ലല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞു എന്തൊക്കെ വന്നാലും കേക്ക് ഇങ്ങനെ എടുത്ത് കളഞ്ഞോണ്ടോന്ന്. വെരി ഗുഡ്. അതെ, 38-ാം വയസ്സിലെ സുമേഷ് എന്റെ മുഖത്ത് വരുത്തി വെച്ചെന്നേ. അത് 38-ാം വയസ്സിലെ കുട്ടിത്താണ് അവള് കാണിച്ചത്. പത കേറിയിട്ട് ഒരു ചെവി കേൾക്കുന്നില്ല, അത് വേറൊരു സത്യം. Congratulations to Diana and team. ശ്രീവിദ്യയുടെ ബാല കഴിഞ്ഞു. ശ്രീവിദ്യയും ഡയനയുടെയും പറയേണ്ടതായിരുന്നു. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എന്ത് പറയണം എന്നുള്ളത് അറിയണില്ല. ഇതിൽ ആരാ ജയിച്ചത് ആരാ തോറ്റെന്ന് ഇപ്പൊ സംശയമായി പോയി. ഏത് സീരിയലിലെ മാതാവാ? ഓക്കെ, ഒരേപോലെ ഉർവശി ചേച്ചി വന്നപ്പോ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് ഈ ചാട്ടടിച്ച വേദന എടുക്കും, അത് എങ്ങനെ ഇരിക്കും നേരിട്ട് കാണാൻ എന്നൊക്കെ. കഥയിലെ ക്ലൈമാക്സ് നമുക്ക് അങ്ങനെയാക്കാം. നമ്മൾ ചാട്ട കൊണ്ടുവരാണ്, ജയിച്ച ടീമിന് തോറ്റ ടീമിന്. അതിന് മുമ്പായിട്ട് ശ്രീവിദ്യക്കും ഡയറയ്ക്ക് ഒരു വലിയ കൈഡി കൊടുക്കണം കേട്ടോ. ഒരു ഗെയിമില് ഇവരാണ് ടീമിനെ ജയിപ്പിച്ചത്. ചേച്ചി എന്താ പറയാനുള്ളേ? ഇതിന്റെ ഇടയിൽ അനുവിന്റെ കുട്ടിത്തവും അത് കുട്ടിത്തം എന്നല്ല പറയാൻ, അല്ലാത്തൊരു അതിനൊരു ഗൗരവം കൊടുക്കാതെ ചെയ്തു എന്ന് വേണം പറയാൻ. ഒരു ടൈ ആണ് ഇതിന്, അപ്പോൾ അതിനൊരു ഗൗരവം അത്ര കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് അങ്ങനെ വേണം പറയാൻ. അതാണ് കാര്യം. കാരണം കുട്ടികൾക്ക് ഇത് കൂടുതൽ ഗൗരവമായിട്ട് എടുക്കും അവര് കളിയിൽ ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് കുട്ടിത്തം പോയിട്ട് ഇതിവിടെ ഒരു അമ്മൂമ്മ കളി പോലെ ആയിപ്പോയി. ഇവര് നല്ല എഫേർട്ട് എടുത്തു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വിടലത്തരം എന്ന് വേണേലും നമുക്ക് വിളിക്കാം. അല്ല, അവർക്ക് എനർജി പോയിട്ടാണോ എന്തോ. നമ്മൾ എല്ലാം പെർഫോം ചെയ്തൊക്കെ നന്നായി, ഇനിയിപ്പോ ഇതിന് എത്ര ഗൗരവം കൊടുക്കണ്ടെന്ന് വിചാരിച്ചോ എന്തോന്ന് അറിയത്തില്ല. എന്തോ ബാലൻസ് പോയി, അങ്ങനെ വേണം പറയാം. ചേച്ചി വലത് കൈ നൂത്തുണ്ടല്ലോ, അവനോട് കൊടുക്കാം. എന്തിനവിടെ നിൽക്കുന്നു ഒരു പിടുത്തമില്ല. ഒരു ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഉല്ലാസം. അവൾ എന്റെ മുഖത്ത് തേക്കാൻ വേണ്ടി കാത്തിരിക്കുക, എന്നെ ഇങ്ങനെ തലയിട്ട് കാണിക്കുക. അതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ക്ലൈമാക്സ് സീനിലേക്കാണ്, ഷോട്ടിലേക്കാണ് നമ്മൾ ഇനി പോവാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഒന്നുകൂടെ എനിക്കിഷ്ടായി. റെഡി, 1 2 3. രണ്ടിപ്പഴിച്ച 3 റെഡി, 1 നല്ല ടൈമിങ്. ഇപ്പൊ ചേച്ചിക്ക് ഏകദേശമൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ജയിച്ച ടീം തോറ്റ ടീമിനെയാണ് അടിക്കേണ്ടത്. അത് പുതിയൊരു അറിവാണല്ലോ അത്. എല്ലാ സിനിമയിലും ചേച്ചിക്ക് ചാട്ടവാറടി കിട്ടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എന്റെ ഓർമ്മയില് ചാട്ടവാറടി എനിക്ക് കിട്ടിയതാട്ടോ. ഞാൻ ആരെയും ചാട്ടം കൊണ്ട് അടിച്ചാട്ടോ. കെട്ടിയിട്ടിട്ട് അടിക്കുന്ന സീനുണ്ടോ? അതിപ്പോ വില്ലന്മാര് മിക്കവാറും പഴയ പടങ്ങളിലൊക്കെ അങ്ങനെയല്ലേ. ശരി, കെട്ടിയിട്ട് അടിക്കും, ഉപദ്രവിക്കും. ഇവിടെ അങ്ങനെയല്ല, കൈ കെട്ടിയൊന്ന് നിക്കാൻ പറയും, എന്നിട്ട് അടിക്കും. ലക്ഷ്മി, അടുത്ത സമയത്ത് റൂമിൽ പോയ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഏത് റൂമിലാണ്? 106. ശരി, അപ്പൊ ജയിച്ച ടീം ആരായിരുന്നു? ശ്രീവിദ്യ ടീം. യെസ്. അപ്പൊ നിങ്ങളായി, നിങ്ങളുടെ തീരുമാനങ്ങളായി, നിങ്ങളുടെ ഇഷ്ടങ്ങളായി. ചേട്ടന് മുട്ടുമടക്കേണ്ടി വന്നു. ചേച്ചി, ഇവിടെ കുറെ നാളുണ്ട് ഒരാൾ വന്നിട്ട് ഈ ചാട്ട കണ്ടിട്ടില്ല, അടി പറ്റിയിട്ടില്ല, കിട്ടിയിട്ടില്ല. എനിക്ക് ഇതൊന്ന് ആസ്വദിക്കണമെന്ന്. നമ്മളെ അവള് നേരത്തെ എന്റെ കൂടെ കളിച്ചപ്പോഴേ അവിടുന്ന് അപ്പോഴേ ഞാൻ തീരുമാനിച്ചായിരുന്നു എനിക്ക് ഒരു ചാട്ടവാറടി തരണമെന്ന്. ഇത്രയും നാളെ ഞാൻ കുറെ എപ്പിസോഡിലൂടെ വന്നിട്ടും ചാട്ടവാറടി നൈസായിട്ട് ഞാൻ രക്ഷപ്പെട്ടു പോയേക്കുമായിരുന്നു. അപ്പൊ അത് വീണു. എന്റെ അടി കൊണ്ട് ആരും നശിച്ചിട്ടില്ല, രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. എന്നാ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ എപ്പിസോഡും അടി കൊള്ളണേന്ന് പ്രാർത്ഥിച്ചോണ്ടില്ലേ? അല്ല, പേടിയുണ്ടോ? ഈ നോബി അടിച്ചിട്ട് ഒരു കൊച്ചു തളർന്ന് മെഡിക്കൽ കോളേജിൽ കിടക്കണേട്ടാ. ഈ കണ്ണൂർക്കാരെ സമ്മതിക്കണ്ടോ നോബി ചേട്ടാ? അതായത് കണ്ണൂരിൽ നിന്ന് വണ്ടിയും വിളിച്ച് എറണാകുളം വരെ വന്ന് ഈ ക്ലൈമാക്സ് വരെ ഇരുന്ന് നിങ്ങൾ കാണാനാണോ ഇഷ്ടം നിങ്ങൾക്ക് എല്ലാവർക്കും? അവരങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ സൗണ്ട് കേട്ടാ, അതിനൊരു താളം, ഒരു ടൈമിംഗ് എന്ന് പറയുന്ന സാധനം. ചേട്ടാ, നോബി ചേട്ടാ, തമാർപ്പടാറിന്റെ സമയത്ത് ഒരു കുട്ടി ഷോന്ന് പിണങ്ങി പോയത് ഓർമ്മയുണ്ടോ? അതുപോലെ അടിക്കരുത്. പിണങ്ങിപ്പോ മാത്രല്ല, കേസും കൊടുത്തില്ലേ? എന്തിനാ ഈ സുമേഷിനെ ഒരു പ്രാവശ്യം തല്ലിയിട്ട് ഈ ബാക്കി ഇറങ്ങി താഴെ വന്നതാ. കൈ ബാക്കിലോട്ട് അതെ, ആദ്യമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്താ ഭയങ്കര പേടിയായിരിക്കും, എടുത്ത് കഴിയുമ്പോൾ മാറും. പക്ഷെ നോബി ചേട്ടൻ അങ്ങനെയല്ല, വിടൂല. ജവാൻ, ഈ കുട്ടിക്ക് പകരം നിന്റെ ചന്തിന്ന് പണയം വെക്കാൻ താല്പര്യമുണ്ട്. മോളെ,
തിരിഞ്ഞു നോക്കരുത്, കണ്ണിൽ കൊണ്ടുകഴിഞ്ഞാൽ വിഷയം അങ്ങോട്ട് നോക്കി. പതുക്കെ പതുക്കെ പതുക്കെ. ചേച്ചി അത് ഇതുവരെ കിട്ടിയിട്ടില്ല, അത് ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഇത്ര നേരം ചിരിച്ചു കളിച്ചോണ്ടിരുന്ന ആള് ഈ അടിക്കണ സമയത്താവുമ്പോ കണ്ണൊക്കെ പുറത്തിട്ട് ഒരു ക്രൂരനാവേണ്ട ആവശ്യം എന്താ? പതുക്കെ. ഇത് ഷേവിംഗ് ക്രീം വീണ് അറിയില്ലേ? അല്ല തേച്ച് കൊണ്ട് ചോദിച്ചു. ഇവന്റെ നാട്ടിലെ സൈക്കോയാന്നാ ഞാൻ കേട്ടേക്കണേ. ശരി, ഒരു കൗണ്ട് ഡൗൺ പറയൂ. 2, 3, go. അല്ല ഇതെന്താ ഇങ്ങനെയൊക്കെ വീശണം? പതുക്കെ, സ്ലോലി. നടാടിയാ ഒരു നോബി ചേട്ടാ, പിന്നെ മന്ദം കൈ കൊണ്ട് അതെ വിട്ടേ. ഐ ലവ് യു. ഇത് സുമേഷ് പറയും പോലെ കോംബോ പിടിക്കാൻ ഒരു ആഗ്രഹമില്ലാത്ത ആളാണ്. 1, 2. അതിനെ പേടിപ്പിക്കല്ലേ, നിങ്ങൾ പേടിപ്പിക്കാതിരിക്കും. ഒരു സെക്കൻഡ്, ആ കണ്ണ് താഴെ വീഴും. ഇങ്ങനെ പേടിക്കാതില്ലേ. ചേച്ചി പറ, പതുക്കെ അടിക്കണോ? പതുക്കെ അടിക്ക്. ഒരു ഫൺ ഷോ അല്ലേ? ലോകത്തുള്ള എല്ലാവരും അത്ര വീസിലും എന്താ അടി? പയ്യ 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 പതുക്കെ അടിച്ചേ. പയ്യ. എന്തോ ഒരു സാധനം ഇങ്ങനെ പറന്നു പോയ പോലെ. ഇല്ലേ, അതാ ബിനീഷിന്റെ കിളി തലയിരിക്കരുത്. അതാണ് ആ കുട്ടിക്ക് അടി കിട്ടിയത് മനസ്സിലായില്ലേ? അല്ല, ഇങ്ങനെ ആയിപ്പോയി. അഥവാ എനിക്കും അതേ എക്സ്പ്രഷൻ വന്നേ. എന്താ സംഭവിച്ചെന്ന് എനിക്ക് കൂട്. സത്യം പറ, വേദനിച്ചോ ഇല്ലയോ? എങ്കിൽ ഐ ലവ് യു ഒന്ന് കൂടെ പറ. ചേച്ചി തല്ലിപ്പോ എക്സ്പ്രഷൻ വരാത്തറിയോ? ഒരു തേനീച്ചക്കൂട് മുഴുവൻ വന്നിരുന്ന് കടിച്ചാലും ഈ മുഖം അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഒന്നുമല്ല, കുട്ടി നല്ലോണം ചെയ്ത് ഞാൻ കണ്ടല്ലോ. അതെന്താ അങ്ങനെ ഒരു 4 രസം കിട്ടേ? ഒരു 4 രസം കിട്ടെ. വേറെ രസം പറ. ചേച്ചി ഒരു 2 രസം പറഞ്ഞു. ക്ലാസിക്കൽ പഠിച്ച കൊച്ചാട്ടോ. ഹാസ്യം. താളമില്ല. ഭ്രാന്തല്ല പറഞ്ഞ, ഹാസ്യ പറഞ്ഞ. ഇനി ആക്രോശം. എന്തുവാ? ആഘോഷം. ആക്രോശം എന്ന വാക്കിന്റെ ഒരു എക്സ്പ്രഷൻ കാണിച്ചു. ആക്രോശം. ആക്രാന്തം എന്നാണ് ഞാൻ പെട്ടെന്ന് കാണിക്കും. കണ്ണ് പുറത്തോട്ട് വരട്ടെ, കുറച്ചുകൂടെ കണ്ണ് താട്ടെ. ആക്രോശം എന്ന് പറഞ്ഞാൽ അടുത്ത് വാളെടുക്കും. ആക്രോശം അല്ല, ഓപ്പറേഷൻ പോലെയാണല്ലോ. നോബിക്ക് 2 ചാട്ടവാറടി കൊടുക്കണോന്നുള്ള ഒരു എക്സ്പ്രഷൻ വരട്ടെ. പിന്നെ നീ നിർത്തിക്കോ, കളിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നന്നായിരുന്നു. ആ പാളം തെറ്റിയ ട്രെയിൻ വീണ്ടും വരികയാണ്. ഒറീസയിൽ നിന്ന് വരുന്ന ട്രെയിനാണ് ഇത്. എങ്ങോട്ട് പോകുമെന്ന് അറിഞ്ഞു. ഇത് ട്രെയിനാണ് വരുന്നത്, മലങ്കുരങ്ങാണോ? എന്നെ എനിക്ക് ഈ കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊച്ചുണ്ട്. പേടിയോ? പേര് അനുമോൾ അനുക്കുട്ടി. നോണ പറയൂല അവള് ആരോട്. അയ്യോ, വാ കൊച്ചു വാ. ഉല്ലാസായിട്ട് ഉത്തരം പറയരുത് കേട്ടാ. ഉത്തരം കുരങ്ങ്. ഉത്തരം പറയുന്ന ആൾ കുരങ്ങ്. അങ്ങനെ മാത്രം ഉത്തരം പറയാൻ പാടുള്ളൂ. ഒരു കുസൃതി. സ്വന്തമായി താക്കോലുള്ള 2 ജീവിയുടെ പേര് പറയൂ. ഞാൻ പറയട്ടെ? പറയണ്ട, മങ്കിയാവും. മങ്കി. അയ്യോ, ഉത്തരം മങ്കിയാ. അതെ, സ്വന്തമായിട്ട് താക്കോലുള്ള ഒരു ജീവി മങ്കി. കീ. എന്നിട്ട് ഉത്തരം പറയില്ലേ മങ്കിയാവുന്നു. ഡോങ്കി. ഒന്നല്ല പറഞ്ഞ 2 ജീവിയുണ്ട്. ഡോങ്കിയും മങ്കിയും ഒന്ന് തന്നെ. എനിക്കറിയാവുന്ന ഉത്തരവുണ്ട്. ഡോങ്കി എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തില്? ഡോങ്കി എന്ന് കുരങ്ങ്. പൊട്ടന് ലോക പൊട്ടനാണ്. എന്താ പങ്കി എന്ന് പറഞ്ഞ കുരങ്ങ്? വലിയ കുരങ്ങ്. നിങ്ങൾ അതൊന്നും പറയണ്ട. ഞങ്ങള് പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നു. അത്രേ ഉള്ളൂ. അതെ, ഞങ്ങള് പഠിച്ചിരുന്ന സമയത്ത് ഡോങ്കി വലിയ കൊലക്കാരി. ഇപ്പൊ നിങ്ങൾ മാറ്റിയെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ ആ നിലപാടിൽ തന്നെ നിൽക്കും. മങ്കിയായിട്ട് ഇരുന്നോട്ടെ, എന്ത് ആർക്കാ നഷ്ടം? അതെ, നമ്മുടെ റൈറ്റിലാണ്. കൊച്ചിയിലൊക്കെ അങ്ങനെയാണ് ഡോങ്കി കുരങ്ങ്. കൊച്ചിക്കാരെന്നാണ് കെടുത്തരുത്. ചേച്ചി രക്ഷപ്പെടുത്താൻ നോക്കിയാലൊന്നും അവൻ ആ നാടിനെ നാട്ടിച്ചിട്ടേ അവനവിടുന്ന് പോകും. കൊച്ചിയിലങ്ങനെയല്ലട്ടോ, കൊച്ചിക്കാരൻ എന്നെ ട്രോള് പിന്നെ. ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഉത്തരം ഞാൻ പറഞ്ഞില്ല, മങ്കി പറഞ്ഞു ഒരു ഉത്തരം. ശരിക്കുള്ള ഉത്തരം അങ്ങനെയല്ല. ഒരെണ്ണം മങ്കി, ഒരെണ്ണം പെങ്കി. പെങ്കിയോ? അതെന്നാ? കടലിൽ ജീവിക്കണ പെങ്കിയോ?
അത് പെൻഗ്വിൻ പെൻഗ്വിൻ പെൻഗ്വിനാണ്. ഓമന പേരിട്ട് വിളിച്ചതാണ് പെൻഗ്വിൻ. നോബി ക്ഷമിക്ക് നോബി. ഇതാരാ പറഞ്ഞേ? സ്വന്തമായിട്ടുണ്ടാക്കിയതാ. ഒരിക്കലും അല്ല. ഇത് വാട്സപ്പിൽ എങ്ങാനും ആരെങ്കിലും വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കേട്ടപ്പോ തെറ്റിയതാ. ശരി ബിനീഷ, വേറെ ആരും ഉത്തരം പറയരുത്. ഒരു കുട്ടികളുടെ ചോദ്യം ചോദിക്കാൻ ഞാൻ. വേറെ ആരും ഉത്തരം പറയരുത്. ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട്, പക്ഷെ എത്ര കമിഴ്ത്തിയിട്ടും ഒരു തുള്ളി വെള്ളം പോലും പോകുന്നില്ല. തുറന്നിരിക്കുന്ന ബക്കറ്റാ. ആരും പറയരുത്. ഒരു ബക്കറ്റില് നിറയെ വെള്ളമുണ്ട്, പക്ഷെ എത്ര കമിഴ്ത്തിയിട്ടും അതിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകുന്നില്ല. ആരും ഉത്തരം പറയരുത്, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. നിറച്ച് വെള്ളമുണ്ട്. തോറ്റു കഴിഞ്ഞാൽ ചേച്ചി വന്നിട്ട് അവനെ അടിക്കണം. അടി കൊടുക്കാം. ഉത്തരം പറ, ഉത്തരം ഇപ്പൊ പറ. കോൺട്രിബ്യൂഷൻ ഈ പ്രോഗ്രാമിൽ തന്ന ഒരാളിന് ഒരടി കൊടുത്തില്ലെങ്കിൽ ഒരടിക്കുള്ള ചോദ്യം ഒന്നും കൂടി. ഇനി ചോദ്യം ഉത്തരം ഞാൻ 10 എണ്ണുന്നതിനകം പറയണം. ആരും പറയരുത്. 10 എണ്ണുന്നേ. 1 2 3 4 5 6 7 8 9. ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ടാണ്. അത് പിന്നെ എങ്ങനെ വെള്ളം താഴെ പോകും? ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ടാണ്. വെള്ളമുണ്ട്, ഉടുക്കണമുണ്ട്. ഇങ്ങോട്ട് നോക്കിയേച്ചേ, ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടി പറയാണ് അത് ആ ബക്കറ്റിലെ വെള്ളം ഐസാക്കി വെച്ചൊന്ന്. അല്ല, ഇത് ആർക്കും അറിയത്തില്ല പറയണത്. സത്യസന്ധമായിട്ട് പറയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയായിരുന്നു? അറിയില്ലായിരുന്നു. ആർക്കും അറിയില്ലല്ലോ. ഇതൊരു ടൈ ക്വസ്റ്റ്യൻ ആയിട്ട് വെക്കായിരുന്നു അനു. എനിക്കറിയാം. ചേച്ചി അല്ല, ചേച്ചി അത് പറഞ്ഞ് ബാലൻസ് ചെയ്തു. എന്റെ റേഞ്ച് കൊച്ചു പിള്ളേരാണ് എന്റെ കൂടെ, അതുകൊണ്ട് ഇതൊക്കെ വരും. ഞങ്ങൾ വരാട്ടോ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാരും തോറ്റില്ലേ? അയ്യോ, എനിക്ക് സന്തോഷമായിരുന്നു. വളരെ ക്യൂട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്യൂട്ട് ആയിട്ടുള്ള അടിയായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കോ? ഇത് കുറേ ഉണ്ട് ഇതുപോലെ പിള്ളേരെ. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പം ഞാൻ ഫോണിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം ഇതുപോലത്തെ നല്ല ക്വസ്റ്റ്യൻ അനുവിന് പറഞ്ഞുതരാം കേട്ടോ. ഇവര് ടൈ ക്വസ്റ്റ്യൻ വരും, ഇനിയും വരും. ഞാൻ പറഞ്ഞുതരാം അനുവിന്. എന്നിട്ട് അത് അനു ആരോടും പറയരുതേ. ഞാൻ ചോദിച്ച ചോദ്യമായിട്ട് ഇവിടെ ചോദിക്കണം, ടൈ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടോ. ശരി, ഉത്തരം പറയുന്നവർക്ക് എന്റെ വക ഒരു ചോക്ലേറ്റ് അനുവിന്റെ പൈസയിൽ അനു വാങ്ങിച്ചു. അടിപൊളി. എന്നാ കുറച്ച് ഗെയിംസും കൂടെ അയച്ചൂടെ? വാട്ടർ ഗെയിം വേണ്ട. എന്താ വാട്ടർ ഗെയിമിന്? വെള്ളത്തിൽ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവനെ വെള്ളം തണഞ്ഞാൽ കണ്ണ് മുഴുവൻ പോകും. അതുകൊണ്ടാ ആണോ? ഒരു എന്താ പറയുമല്ലോ. ഞാൻ കൊച്ചിക്കാരാണ്, വീടിന് ചുറ്റും വെള്ളമാ. എവിടാ? കൊച്ചി. അതുകൊണ്ട് കുടിക്കാൻ വെള്ളമില്ല അവിടെ. ഫോർട്ട് കൊച്ചിയിലോ? പിന്നെ അവിടെ ഉള്ളവരൊക്കെ എവിടെ പോയാ വെള്ളം കുടിക്കുന്നേ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അനു, ഞാൻ വീട്ടിൽ പോട്ടെ. എന്റെ പൊടിക്കൊച്ച അവിടെ കിടക്കുന്നത്. ഇത് എന്തൊക്കെയാ പറയുന്നത്? ഫോർട്ട് കൊച്ചി ചുറ്റിനും വെള്ളമാ, പക്ഷെ കുടിക്കാൻ വെള്ളമില്ല. അതെവിടെ വരും ചോദിച്ചപ്പോ പൈപ്പിൽ കൂടെ വരുമെന്ന്. ഞങ്ങളൊക്കെ പിന്നെ എവിടെന്നാ വെള്ളം കുടിക്കുന്നേ? ഇവിടെ വന്ന് നിൽക്കാം, ഇവിടെ വന്നിക്കും. ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എവിടുന്ന് കിട്ടുന്നത്? ഞാൻ ഡോങ്കി ക്ഷമിച്ചു, പെങ്കി ക്ഷമിച്ചു, ഞാൻ പലതും ക്ഷമിച്ചു. പക്ഷെ ഇത് വന്ന് ക്ഷമിക്കുന്നതിനും അപ്പുറത്തോട്ടാണ്. കുടിവെള്ളത്തിനെ പറ്റി ഒരു അന്യായം. അവന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവൻ എന്ത് വേണേലും ചെയ്യാം. അതുണ്ട്, സത്യമാ. അങ്ങനെ ഒരു ലൈസൻസ് നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത എനിക്ക് വളരെ ഇഷ്ടം. എടുത്ത കൈ അത് പിന്നോട്ട് വെക്കരുത്, അതും കൂടി ആവാം. അയ്യോടാ. ഓ, നല്ല എക്സ്പ്രഷൻ, അടിപൊളി. വിജയിൽ തെരിയില്ല അതേ എക്സ്പ്രഷൻ. സുമേഷ് ചന്ദ്രൻ. എന്നാടി എന്തെങ്കിലും ചോദ്യം ചോദിക്കേണ്ടത്? ഒന്നും ചോദിക്കാനില്ല, നേരിട്ട് അടിയാണ്. ചന്ദ്രേട്ടൻ ഇവിടെ നിൽക്കണം പ്ലീസ്. അടി മേടിക്കാൻ വേണ്ടി നിന്റെ പാങ്ങ് എപ്പോഴാണോ? ശിശുനും അനു ഒറ്റ ഒരുത്തികാരം കൊണ്ടാണ് ഈ അടിയാൻ മേടിക്കുന്നത്. നിങ്ങൾക്ക് അടിക്കണോ? വേണ്ട. അവൾ അങ്ങനെ തല്ലൂല. ഓർമ്മകൾ ഓർമ്മകൾ പല്ലളയിലൂടെ
കൊടുത്ത കൊല്ലത്തും കിട്ടും. കഴിഞ്ഞ തവണ എന്റെ കൊല്ലത്തുനിന്ന് കഴിഞ്ഞ ആഴ്ച അവന് കിട്ടിയായിരുന്നു അവന്റെ കയ്യിലിരിപ്പ് കാരണം കൊണ്ട്. പക്ഷേ ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. അല്ല കൊടുത്ത കൊല്ലത്തുനിന്ന് ഇത് കൊച്ചിയല്ലേ? അത് വിട് ആ കോമഡി വിട്. അതിന് ഉത്തരം പറഞ്ഞ അടിയുടെ ഫോഴ്സ് കുറയും. അടി ഒഴിവാക്കൂല. അടി ഒഴിവാക്കൂല. ശരി ചോദിക്കും. ഉപയോഗിക്കുന്നതിന് മുമ്പ് പൊട്ടുന്ന സാധനം എന്ത്? അവൻ പറയുന്ന കൗണ്ടർ. പൊട്ടുന്ന സാധനം എന്ത്? മുട്ട. ആ കറക്റ്റാ. മുട്ട മുട്ട. നീ എന്തിനാ അവൻ പറയാനുള്ളത്? അതെ നീ എന്തിനാ കയറി പറഞ്ഞത്? അല്ലല്ല അവന്റെ അടുത്തല്ലേ ചോദിച്ചു. ഞാൻ തരുമല്ലോ. അല്ല പുഴുങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊട്ടൂല. പുഴുങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊട്ടൂലല്ലോ. അങ്കിൽ പുഴുങ്ങിയിട്ട് നീ ആ തോട് പൊട്ടിക്കാതെ തിന്ന്. നിങ്ങളുടെ ഈ ചോദ്യ ഉത്തരങ്ങളുടെ ഇടയ്ക്ക് ഞങ്ങൾ പുഴുങ്ങിയിരിക്കുകയാണ്. കടുക് അങ്ങനെയാ നമ്മൾ പൊട്ടിച്ചിട്ടല്ലേ ഉപയോഗിക്കുന്നത്. അല്ലല്ല അങ്ങനെയാണെങ്കിൽ പടക്കോ? എടി കടുക് ഉപയോഗിക്കുമ്പോഴല്ലേ പൊട്ടണത്. അപ്പൊ പടക്കോ? ക്വസ്റ്റ്യൻ പിൻവലിച്ചിരിക്കുന്നു. ഒരു മിനിറ്റ് ഇനിയുണ്ട്. തേങ്ങ. തേങ്ങ പോടാ. ഇനിയുണ്ട് ലേസ്. ലേസിന്റെ പാക്കറ്റ് പൊട്ടിക്കാതെ ഉപയോഗിക്കാൻ പറ്റും. ഇനിയുണ്ട് പൈന്റ്. ഇല്ലടാ സുമേഷ്, ഫുൾ A+ മേടിച്ചൊരു കുട്ടിയാന്ന് ഓർക്കണം. മനസ്സിലായി. A+ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായി. അടിച്ചവന്റെ അല്ലല്ല അതല്ലല്ല അത് പൊക്കം കുറഞ്ഞ കുട്ടിയാണ്. ചിലപ്പോ ഇച്ചിരി കയറും. അല്ല സുഹൃത്തെ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ജയിക്കണം എനിക്ക്. അടിച്ചോ ജിഷൻ. മൂത്തവരെ ബഹുമാനിച്ചില്ലെങ്കിൽ കിട്ടുന്നു പറയുന്നത് കേട്ടാ. ഇവിടെ കൊണ്ട കയ്യില് കൈ മേളിലാണ് വെച്ചാ. കൈ മേളിൽ വെച്ച് അവനെ തിരിച്ചല്ലടാ. ഇതെന്നാ കൂട്ടത്തല്ലോ. വാരിപ്പറക്കിട്ട് അടിയെന്ന് കേട്ടു. നിങ്ങൾ അടിമാലി ഫാമിലിയാണ് മൊത്തം. അടിമാലി ഫാമിലിനെ തൊട്ട് കളിക്കരുത്. പോയി ഈ ഓട്ടയുള്ള പാന്റ് ഇട്ടിട്ട് വരണേ അടുത്ത പ്രാവശ്യം. ഇവിടെ പറഞ്ഞോ ഇതേപോലത്തെ പാന്റ് ഇട്ടോണ്ട് തന്നെ ഒന്ന്. ചേട്ടാ ഇവിടെ 9 ക്യാമറ ഉണ്ട്. ഈ ക്യാമറയുടെ ആവശ്യമില്ല. നിന്റെ പോക്ക് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവണ്ടോ പെണ്ണേ. സൂപ്പർ. കൈവച്ച് ഇവിടെ നന്നായി. പാട്ടമായി കൺമണി നിന്റെ ഇല്ല അതവിടെ വരട്ടെ. ചിലങ്ക ഞാൻ ഒഴിവാക്കുന്ന പാവോ. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. കുസൃതി കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത എന്റെ സമയം മെനക്കെടുത്താണെങ്കിൽ ഞാൻ 2 അടി അടിക്കും. കൃഷിക്ക് മിണ്ടരുത്. കൃഷിക്ക് ഉപയോഗിക്കാൻ വളം. അതെന്തരടേ ജനം കേൾക്കാൻ വേണ്ടിയല്ലേ പരിപാടി? നിങ്ങൾ രണ്ടുപേരോടെങ്കിൽ ചാറ്റ് വാട്സപ്പ് വഴി. കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം. വീട്ടിൽ പോയിട്ട് അല്ല അല്ലേ അന്ന് കോവളത്ത് പോയി കൃഷി ചെയ്തൂടെ? അനു കുറച്ച് ആരും പറയില്ല. ആരും പറയില്ല. ഇല്ല മിണ്ടൂല. കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം. കോവളം. ഒന്ന് അല്ല. ഈ കോവളം അറിയാതെ എത്ര പേരുണ്ട്? വളമല്ലേ? താവളം. മിണ്ടരുതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നിന്നെ അടിയിൽ ഞാൻ ഒഴിവാക്കാം. സോറിയാസിസ് എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് പറയുന്നു. എന്ന വാക്കിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് അടിച്ചു കേട്ടോ. സോ ഞാൻ പറയാം. തെറ്റിച്ചാ 2 അടിയാണ്. ഇല്ല ഒന്നുകൂടി പറ. സോറിയാസിസ് എന്ന അല്ല. അല്ലെങ്കിലും ഉല്ലാസേട്ടൻ പറയണേ. ഒരു മിനിറ്റ്. ഇന്ത്യയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇന്ത്യയിൽ അകേട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഞാൻ പറയാം. പറ. SORRY. സോറി എനിക്കറിഞ്ഞൂടാ. ഉല്ലാസേട്ടൻ ഉത്തരം പറയണം. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയണം. PSORIASS. സോറി.
കാലിലടിച്ചോണ്ടാണോ കാലമാടൻ എന്ന് വിളിച്ചത്? അപ്പൊ കയ്യിലടിച്ചാൽ കൈമാടൻ എന്ന് വിളിച്ചാൽ നീ, അപ്പൊ തലയിലടിച്ചാൽ തലമാടാന്ന് വരൂ. നോ, അത് വേണ്ടെന്ന് പറഞ്ഞാണ്. അല്ല ക്യാപ്റ്റൻ രണ്ടടിക്കാം. ഇങ്ങോട്ട് പറയേ, അങ്ങനെയെങ്കിലും ടി വിയിൽ ഫ്രെയിമിലൊന്ന് വരട്ടെ. ചോദ്യമൊന്നുമില്ലേ ഉല്ലാസേട്ടാ? ചോദ്യമില്ലേ? ചോദിക്കേട്ടാ. സ്പെല്ലിങ്. കരപ്പൻ എന്ന രോഗത്തിന്റെ ഇംഗ്ലീഷ് നാമം. ചേട്ടന്റെ രോഗത്തിന്റെ ഒക്കെ പേര് ഇപ്പോഴെങ്കിലും വാ തുറന്ന് രണ്ട് നല്ല വർത്താനം പറഞ്ഞു. ഇനി നീ അടി കൊണ്ടാലും കുഴപ്പമില്ല. അടിച്ചോ ചേട്ടൻ എല്ലാ അസുഖത്തിനും മാത്രമേ ഉള്ളൂ. MBBS സ്റ്റുഡന്റ് ആയി പോയത് അത് ചോദിച്ചേ. എങ്കിൽ അവർക്ക് മാത്രമേ ഉള്ളൂ അല്ലേ, വിദ്യാഭ്യാസം ഇല്ല. കരപ്പൻ. ഓക്കെ റെഡി. ഗ്രാൻഡ് ഫാദർ കര അപ്പൻ. പൊടി 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 പൊടി. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ്, അതും വെറും എപ്പിസോഡ് അല്ല, സ്റ്റാർ മാജിക് പവേർഡ് ബൈ ഉർവശി, നമ്മുടെ ഉർവശി ചേച്ചി, വളരെ ചക്കര ഉർവശി ചേച്ചിയുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കാൻ. ഗുഡ് നൈറ്റ്.